ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസിൻ്റെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ അക്കാഡമീസുമായിട്ട് ബന്ധപ്പെട്ട് LHS കോഴ്സിൽ ഓൾറെഡി ഗവേൺസ് എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ടോപ്പിക്കിൽ സിലബസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ ക്ലാസ്സുകളിൽ പലതവണയായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് എക്സാമിന് നമുക്ക് കാര്യങ്ങൾ വരുന്നത് എന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടൊരു ചർച്ച നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ. സോ അത്തരത്തിലുള്ളൊരു ചർച്ചയാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോ യുവർ എക്സാം എന്ന് പറയുന്ന ഈ ഒരു സീരീസിലൂടെ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് സിലബസിൽ പറയുന്ന ഇപ്പോൾ കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട്സ് ലെവൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് വരുന്നുണ്ട്, അർബൻ ഗവേൺസ് വരുന്നുണ്ട്, റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്, ഗവേൺസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്കണോമി, പൊളിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ. സോ ഈ ഒരു മെയിൻ ടോപ്പിക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് എക്സാമിന് വരാൻ വേണ്ടി സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്താണ് ചർച്ച ചെയ്യും. അത്തരത്തിൽ ആ ഒരു സീരീസിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഗവേൺസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാം, അതുപോലെ തന്നെ ചോദ്യങ്ങളിൽ നിന്നും എങ്ങനെ ഉത്തരങ്ങളിലേക്ക് നമുക്ക് എത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആദ്യം ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വായിക്കണം. ഞാൻ ചോദ്യം വായിച്ചു തരും, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി അധികം ടൈം തരാൻ വേണ്ടി പറ്റത്തില്ല. റെക്കോർഡ് ക്ലാസ് ആണ് വരുന്നത് അല്ലേ. സോ നിങ്ങൾക്ക് ടൈം തന്നു കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിന് നീണ്ടുപോകും എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താണ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ഒന്ന് കൃത്യമായിട്ട് വായിച്ച് നിങ്ങൾക്ക് ഉത്തരം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്താണ് അതിലേക്ക് എത്തുന്ന രീതിയിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ചോദ്യം ഞാനൊന്ന് വായിച്ചു തരാം. ആദ്യത്തെ ചോദ്യം എന്താണ്? വിച്ച് ഡിസ്ക്രിപ്ഷൻ ഈസ് അപ്രോപ്രിയേറ്റ് അമംഗ് ദ ഫോളോയിങ് ഫോർ ഗവേൺസ്. ചോദ്യം ഇതാണ്. ഗവേൺസ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ താഴെ പറഞ്ഞ എന്താണ് ഗവേൺസ് എന്ന് പറഞ്ഞ ടേമിന് ഏറ്റവും കൂടുതൽ അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതെന്നാണ് ചോദ്യം വന്നത്. മുൻപ് മധ്യപ്രദേശൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇതുപോലുള്ള കേരള PSCയുടെ LHS എക്സാം ഉണ്ടല്ലോ, അതുപോലെ തന്നെ മധ്യപ്രദേശിന്റെ റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമിന് വന്ന ചോദ്യമാണ്. ആ ഒരു ചോദ്യം നമ്മൾ ആദ്യം ഒന്ന് എടുത്ത് പരിചയപ്പെടുന്നു മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ടു എൻഗേജ്, എനാബിൾ ആൻഡ് എംപവർ ദ സിറ്റിസൺസ്, ടു പ്രൊവൈഡ് fair and unbiased decision to the citizens, to provide technology driven governance, to ensure people's faith in e-commerce. വായിക്കുമ്പോൾ 4 ഓപ്ഷനും വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ശരി തന്നെയല്ലേ, ഇതൊക്കെ തന്നെയല്ലേ വരുന്നതെന്ന് തോന്നും. ബട്ട് എന്താണ് ഇവിടെ അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്താണ് എന്നാണ് നമുക്ക് ചോദ്യം. സോ ഇവിടെ ഉത്തരം എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായിരിക്കും ഉത്തരം? ടു പ്രൊവൈഡ് ടെക്നോളജി ഡ്രിവൻ ഗവേൺസ് അല്ലേ. സോ ഗവേൺസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഗവേൺസ് എന്താണെന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ചുരുക്കി പറഞ്ഞാൽ, വളരെ ചുരുക്കി പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണപരമായുള്ള കാര്യങ്ങളിലേക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നതിനെയാണ് നമ്മൾ ഗവേൺസ് എന്ന പേരിൽ വിളിക്കുന്നത് അല്ലേ. അതായത് ഗവൺമെന്റിന്റെ ഭരണം എന്താണ് ഇലക്ട്രോണിക് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പണ്ട് പോയിട്ട് ക്യൂ നിന്ന പല ഓഫീസുകളിലും ഇപ്പൊ നമുക്ക് എന്താണ് ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്നില്ല. പകരം എന്താണ് നമ്മുടെ വിരൽ തുമ്പിലോ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ നേടാൻ വേണ്ടി ഗവൺമെന്റിന്റെ സേവനങ്ങൾ നേടാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്താണ്? ടു എൻഗേജ്, എനേബിൾ ആൻഡ് എംപവർ ദ സിറ്റിസൺ. അത് ഏത് രീതിയിലാണെന്ന് പറയുന്നില്ല അല്ലേ. സോ ഗവേൺസിന്റെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ടു എൻഗേജ്, എനേബിൾ ആൻഡ് എംപവർ സിറ്റിസൺ. സോ അതിലേക്ക് നമുക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. ആദ്യം തന്നെ നമുക്കത് വെട്ടാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ടു പ്രൊവൈഡ് ഫെയർ ആൻഡ് അൺബയസ്ഡ് ഡിസിഷൻ ടു ദ സിറ്റിസൺസ്. ആ ഒരു സിറ്റിസൺസ് പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് ഫെയർ ആൻഡ് അൺബയസ്ഡ് ഡിസിഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ എന്താണ് സർവീസ് ഫാസ്റ്റ് ആയിട്ടുള്ള സർവീസ് നൽകുന്നു അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് ആയിട്ടുള്ള സർവീസ് നൽകുന്നു അങ്ങനെയുള്ള കാര്യമൊന്നും പറയുന്നില്ല. ടു പ്രൊവൈഡ് ഫെയർ, നീതിയുക്തവും അതുപോലെ തന്നെ അൺബയസ്ഡ്, അവിടെ പ്രത്യേകിച്ച് വേർതിരിവൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നൽകുന്നു, തീരുമാനങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് ഇലക്ട്രോണിക് ആണെന്നൊന്നും പറയാത്തിടത്തോളം നമുക്ക് ഗവേൺസിന്റെ മീനിങ് ആണെന്ന് അതിനെയും പറയാൻ പറ്റത്തില്ല. അടുത്ത ഓപ്ഷൻ എന്താണ്?
ടു എൻഷുർ പീപ്പിൾസ് ഫെയ്ത്ത് ഇൻ ഇ കൊമേഴ്സ്. ഇത് നമുക്ക് വായിക്കുമ്പോൾ ശരിയായിട്ട് തോന്നും, ബട്ട് അവിടെ എന്താണ് ഇ കൊമേഴ്സിലുള്ള ആളുകൾ, ഇ കൊമേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഫ്ലിപ്കാർട്ട് അതുപോലുള്ള സാധനങ്ങളിലേക്ക് ആളുകൾക്ക് വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇ ഗവേൺസ് എന്ന് പറയുന്ന സംവിധാനം വന്നത്? അല്ല. ഇ ഗവേൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇ ഗവേൺസിന്റെ ഭാഗമായിട്ട് ഇ കൊമേഴ്സ് ഒക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അല്ലാതെ എന്താണ് ഇ കൊമേഴ്സിന് വേണ്ടിയിട്ടാണ് അത് പ്രൊമോട്ട് ചെയ്യാനാണ് ഇ ഗവേൺസ് വരുന്നത് എന്നൊരു അർത്ഥം അവിടെ വരുന്നില്ല. സോ നമുക്ക് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത് ഈ ഒരു ലാസ്റ്റ് സിയും ഡിയും ആണല്ലേ. സോ സി എന്താണ്? ടു പ്രൊവൈഡ് ടെക്നോളജി. ഞാൻ ഓൾറെഡി പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ICTയുടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ കടന്നുവരവാണല്ലേ. ഗവൺമെന്റിന്റെ ഭരണപരമായുള്ള കാര്യങ്ങളിൽ ICTയുടെ കടന്നുവരവാണെന്ന് പറഞ്ഞിട്ട് ടു പ്രൊവൈഡ് ടെക്നോളജി ഡ്രിവൻ ഗവേൺസ് ആണ്. സോ നമുക്കിവിടെ ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി നമ്മുടെ ക്ലാസ്സിൽ കൂടുതൽ ഒരു സ്ലൈഡ് മാത്രമാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് ചർച്ച ചെയ്തത്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കടന്നുവരവാണല്ലേ ഗവൺമെന്റിന്റെ ഭരണപരമായുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ഫംഗ്ഷനിങ് നോർമൽ ഫംഗ്ഷനിങ്ങിലേക്ക് നമ്മൾ എന്തിന് അപ്ലൈ ചെയ്തു? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്നു. അതുവരെ നമ്മൾ സർവീസസിന് വേണ്ടി പോയി ക്യൂ നിന്നെങ്കിൽ ഇപ്പം നമുക്ക് എന്താണ് IT ഉപയോഗിച്ച് ഇന്റർനെറ്റ് ടെക്നോളജി ഉപയോഗിച്ച് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് സേവനങ്ങൾ വളരെ ലളിതവും വേഗത്തിലും സുതാര്യവും ഒക്കെ ആയിട്ട് നേടാൻ വേണ്ടി സാധിക്കും അല്ലേ. ഓക്കെ, ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് ICTയുടെ ആപ്ലിക്കേഷൻ എന്തിലേക്ക് വരുന്നു? ഗവൺമെന്റ് ഫംഗ്ഷനിൽ. ചിലപ്പോൾ ഇതുപോലെ കോപ്പി പേസ്റ്റ് ഇട്ട് ചോദ്യം വരാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്? പബ്ലിക് സെക്ടേഴ്സ് യൂസ് ഓഫ് ICTs with the aim to improve information and service delivery, encourage citizens participation in decision making. ഇങ്ങനൊരു കാര്യം ഇവിടെ വന്നു അല്ലേ. ഡിസിഷൻ എന്ന രീതിയിൽ മാത്രമേ പറഞ്ഞല്ലോ, അൺബയസ്ഡ് ഫെയർ ഡിസിഷൻ എന്ന രീതിയിൽ മാത്രമേ പറഞ്ഞുള്ളൂ. ബട്ട് അവിടെ എന്താണ് ജനങ്ങളുടെ ആ ഒരു പങ്കാളിത്തം ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇ ഗവേൺസ് സഹായിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇ ഗവേൺസിന്റെ മീനിങ് ആയിട്ട് നമുക്കതിനെ പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ആൻഡ് മേക്ക് ഗവൺമെന്റ് മോർ അക്കൗണ്ടബിൾ, ട്രാൻസ്പാരന്റ് ആൻഡ് എഫിഷ്യന്റ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇ ഗവേൺസിന്റെ സവിശേഷതകൾ എന്ന് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇ ഗവേൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ICTയുടെ ആപ്ലിക്കേഷൻ ആണെന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട 4 പില്ലേഴ്സ് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്, വരാൻ വേണ്ടി പോകുന്ന ചോദ്യമാണ്. 4 പില്ലേഴ്സ് അല്ലെ. പീപ്പിൾ, പ്രോസസ്സ്, ടെക്നോളജി, അതുപോലെ റിസോഴ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ തുടക്കത്തിൽ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇ ഗവേൺസിന്റെ ഫേസസ് നമ്മൾ പഠിച്ചു വെക്കണം. പ്രസൻസ്, ഇന്ററാക്ഷൻ, ട്രാൻസാക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ. ഈ 2 കാര്യങ്ങൾ, അതായത് പില്ലേഴ്സ് അതുപോലെ ഫേസസ്, ഈ 2 കാര്യങ്ങൾ നമുക്ക് എന്താണ് വളരെ സിമ്പിളായിട്ട് 1 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. ഏതൊക്കെയാണ്? താഴെ പറഞ്ഞ എന്തൊക്കെയാണ് ഇ ഗവേൺസിന്റെ പില്ലേഴ്സ്? അതിൽ പീപ്പിൾ, പ്രോസസ്സ്, ടെക്നോളജി, റിസോഴ്സ് തന്നിട്ട് 1 2 3 ഓൾ ഓഫ് ദ എബോവ് എന്നൊക്കെ തന്നാൽ ഓൾ ഓഫ് ദ എബോവ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും അല്ലേ. ഇനി ഫേസസ് ചോദിച്ചാൽ ആ ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? ഫസ്റ്റ് കാര്യം ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഡസ് നോട്ട് അലൈൻ വിത്ത് ദ സ്മാർട്ട് ഗവേൺസ് ക്രൈറ്റീരിയ? എന്താണ് സ്മാർട്ട് ഗവേൺസ് എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഗവേൺസ് തന്നെയാണല്ലേ. ഈ ഗവേൺസിന്റെ മറ്റൊരു പേരിൽ നമ്മൾ വിളിക്കാറുണ്ട് സ്മാർട്ട് ഗവേൺസ്. എന്തുകൊണ്ടാണ് സ്മാർട്ട് ഗവേൺസ് എന്ന് വിളിക്കുന്നത്? SMART. അതിന് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. നമ്മളൊരു ചോദ്യം എന്താണ് തന്നത്? ആ മീനിങ്ങിൽ പെടാത്തത് എന്തെന്നാണ് ചോദ്യം വന്നത്. ഇവിടെ തന്നിട്ടുണ്ട് എസ് എന്ന് പറയുന്നത് സിമ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഗവേൺസിന്റെ ഫീച്ചർ എന്ന രീതിയിൽ ഈ ഗവേൺസ് സിമ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചത്. സോ അത് അവിടെ നിൽക്കട്ടെ, ശരിയാണോ തെറ്റാണെന്ന കാര്യം നിൽക്കട്ടെ. എന്താണ്? അക്കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 6 റിലയബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ട്രാൻസ്പാരന്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ഓക്കെ, ഈ ഗവേൺസ് സിമ്പിൾ ആണല്ലോ, സിമ്പിൾ ആണ്. അക്കൗണ്ടബിൾ ആണല്ലോ, അക്കൗണ്ടബിൾ ആണ്. റിലയബിൾ, വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ, വിശ്വസിക്കാൻ പറ്റും. ഈ ട്രാൻസ്പാരന്റ് ആണല്ലോ, ട്രാൻസ്പാരന്റ് ആണ്. സോ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റത്തില്ല. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മീനിങ് നമ്മൾ അതുപോലെ പഠിച്ചു വെക്കണം. അല്ലാതെ ഈ ഗവേൺസുമായിട്ട് ഈ ഗവേൺസിന് നമുക്ക് ഇതിൽ കൊടുത്ത ഓപ്ഷനിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണോ, റിലയബിൾ ആണോ എന്ന് വെച്ചാൽ റിലയബിൾ ആണ്. നമ്മുടെ ഉത്തരം എന്താണ്? 6 എന്ന് പറയുന്നത് റിലയബിൾ അല്ല. പകരം എന്താണ്? 6 എന്ന് പറയുന്നത് റിലയബിൾ അല്ല. നമുക്ക് 6ന് കൊടുക്കാൻ പറ്റുന്ന മീനിങ് എന്താണ്? 6 റെസ്പോൺസീവ് ആണ്. നമ്മൾ വായിക്കും എന്താണ്? 6 റിലയബിൾ ആണെന്ന രീതിയിൽ നമുക്ക് തോന്നിയേക്കാം അല്ലേ. ബട്ട് ഉത്തരം എന്താണ്? 6 എന്ന് പറയുന്നത് റിലയബിൾ അല്ല ഉദ്ദേശിക്കുന്നത്. 6 എന്താണ്? റെസ്പോൺസീവ് എന്ന രീതിയിൽ. റെസ്പോൺസീവ് എന്ന് പറയുമ്പം അവിടെ എന്താണ്? നമുക്ക് പ്രതികരണം ലഭിക്കുന്നുണ്ടല്ലേ. ഈ ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിപ്ലൈ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു കാര്യം നമ്മൾ പരമാവധി എന്താണ് ആ ഒരു SMART ബൈ ഹാർട്ട് പഠിച്ച് തന്നെ പോകാൻ വേണ്ടി നോക്കണം. അല്ലാതെ നമ്മുടെ ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ ഇതുപോലെയുള്ള ഓപ്ഷൻ വന്നാൽ നമ്മൾ പെട്ടു പോകും. നമ്മൾ ആലോചിക്കും ഈ ഗവേൺസ് റിലയബിൾ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഗവൺമെന്റ് സേവനങ്ങൾ എന്താണ്? നമുക്ക് വിശ്വാസത്തോടെ നേടാൻ
വേണ്ടി സാധിക്കും എന്ന രീതിയിൽ ചിന്തിച്ചാൽ അവിടെ തെറ്റും. ആർ എന്ന് പറയുന്നത് എന്താണ്? റെസ്പോൺസീവ് ആണ്. ഓക്കെ, ആർ എന്ന് പറയുന്നത് റെസ്പോൺസീവ് ആണ്. സോ ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. സ്മാർട്ട്നെസ് സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെൻറ് സേവനങ്ങൾ വളരെ ലളിതമായിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അല്ലേ? ഗവൺമെൻറ് സേവനങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ വളരെ സിമ്പിളായിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്താണ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കയ്യിലുണ്ടെങ്കിൽ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സേവനമായാലും, അതായത് മുൻപ് നമ്മൾ പോയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നടന്ന സേവനം പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും. അതുപോലെ മോറൽ പറഞ്ഞ M4 എന്താണ്? മോറലാണ് അല്ലേ? എ എന്താണ്? അക്കൗണ്ടബിൾ ആണ്. ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഗവൺമെൻറ് എന്താണ്? ഗവൺമെൻറ് ഫംഗ്ഷനറീസ് നമുക്ക് അക്കൗണ്ടബിൾ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഗവേൺസ് മുഖേന നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. റെസ്പോൺസീവ് അതായിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന തെറ്റിച്ചെന്ന ഓപ്ഷൻ അല്ലേ? സോ റെസ്പോൺസീവ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? റെസ്പോൺസീവ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളൊരു കാര്യം അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിന് പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് സ്പീഡായിട്ട് വളരെ വേഗത്തിൽ എന്താണ്? വളരെ വേഗത്തിലുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ടി എന്താണ്? ട്രാൻസ്പാരൻ്റ് ആണല്ലോ. ട്രാൻസ്പാരൻസി തന്നെയാണ് ഈ ഗവേൺസിൻ്റെ ഒരു കീ ഹൈലൈറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാര്യങ്ങളെ കുറിച്ചുകൂടെ എന്താണ്? ട്രാൻസ്പാരൻറ്റും അതുപോലെ ഓപ്പണും ഒക്കെ ആണല്ലേ ഓരോ സേവനങ്ങളും. ഇപ്പോൾ ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്താണ്? ഒരു RTA ഫയൽ ചെയ്താൽ മതി. പബ്ലിക് ഫണ്ടും കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ എന്താണ്? RTA ഫയൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും ഡാറ്റാസ്. ഇന്ന പ്രൊജക്റ്റിന് ഇത്ര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്, അതിൽ ഇത്ര കോടി രൂപ ഇന്ന കാര്യത്തിനാണ് അനുവദിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കാണാമല്ലേ? സോ ട്രാൻസ്പാരൻസി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഇതൊക്കെ എന്ത് തന്നെയാണ്? ഈ ഗവേൺസിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് വലിയ ചോദ്യമാണ്, ബട്ട് സിമ്പിൾ ആയുള്ള ചോദ്യം കൂടിയാണ്. ശ്രദ്ധിച്ച് വായിക്കണം നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, എന്താണ് ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ഡിജി ലോക്കർ, എ കീ ഇനീഷ്യേറ്റീവ് അണ്ടർ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം പറയുമ്പോൾ അതിൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് ഡിജിറ്റൽ ഇന്ത്യ അല്ലേ? ആ ഒരു ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിന് അണ്ടറിൽ വരുന്ന, ഓക്കെ ഞാൻ പറഞ്ഞ തിരിഞ്ഞു പോയെന്നറിയില്ല, ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു ഡിജി ലോക്കർ. സോ ആ ഡിജി ലോക്കറുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത കാര്യം എന്തെന്നാണ് ചോദ്യം വന്നത്. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം. ആദ്യത്തെ ഓപ്ഷൻ ഞാൻ വായിച്ചു തരാം. ഇറ്റ് ഈസ് എ ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT അണ്ടർ ദ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം ഇൻ 2016. പ്രത്യേകിച്ച് നമുക്ക് അവിടെ തെറ്റൊന്നും തോന്നാൻ സാധ്യതയില്ല, ബട്ട് അവസാനം നമ്മൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ തെറ്റ് തോന്നും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇറ്റ് എയിംസ് ടു എലിമിനേറ്റ് ദ യൂസ് ഓഫ് ഫിസിക്കൽ ഡോക്യുമെന്റ്സ് ആൻഡ് പ്രൊവൈഡ് ആക്സസ് ടു ദ ഡിജിറ്റൽ ഡോക്യുമെന്റ് എനി ടൈം എനിവർ ആൻഡ് ഷെയർ ഇറ്റ് ഓൺലൈൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, മുൻപൊക്കെ എന്താണ്? മുൻപൊക്കെ നമ്മൾ വാഹനങ്ങളിൽ പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ RC, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊക്കെ നമ്മളവിടെ ഫിസിക്കൽ ഡോക്യുമെൻ്റ് ആയിട്ട് കയ്യിൽ വെക്കണമായിരുന്നു അല്ലേ? ബട്ട് ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ നമ്മൾ വാഹനങ്ങളിൽ പോകുന്ന സമയത്ത് പോലീസ് നമുക്ക് കൈ നീട്ടി കഴിഞ്ഞാലും എന്താണ്? RC ചോദിച്ചാലും നമ്മളെന്താണ്? RC ഡിജി ലോക്കറിൽ എടുത്ത് കാണിച്ചാൽ മതി, ആ ഡ്രൈവിംഗ് ലൈസൻസ് ഡിജി ലോക്കറിൽ എടുത്ത് കാണിച്ചാൽ മതി. സോ അവിടെ എന്താണ്? ഫിസിക്കൽ ഡോക്യുമെൻറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ വേണ്ടി സാധിക്കില്ല. എയിംസ് ടു എലിമിനേറ്റ് ദ യൂസ് ഓഫ് ഫിസിക്കൽ ഡോക്യുമെൻറ്റ്. അതിന് പകരം എന്താണ്? ഡിജിറ്റൽ ഡോക്യുമെന്റ് ക്ലൗഡ് സ്റ്റോറേജ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്തോളും. സോ ഇവിടെയും നമുക്ക് പ്രത്യേകിച്ച് മിസ്റ്റേക്ക് ഒന്നും തോന്നുന്നില്ല. ഓക്കെ, ഇതിന് റെഡി കൊടുക്കാം. നെക്സ്റ്റ് എന്താണ്? സിറ്റിസൺ കാൻ സെൽഫ് അപ്ലോഡ് ഡോക്യുമെന്റ് ആൻഡ് ഡിജിറ്റലി സൈൻ ദം യൂസിങ് ഇ-സൈൻ ഫെസിലിറ്റി. മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇത്തരത്തിൽ നമുക്ക് എന്താണ്? രേഖകൾ സെൽഫ് അറ്റസ്റ്റഡ് എന്ന രീതിയിലൊക്കെ സെൽഫ് അപ്ലോഡ് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇ-സൈൻ ഫെസിലിറ്റി ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. മുൻപൊക്കെ എന്താണ്? നമ്മൾ സ്കാനൊക്കെ ചെയ്തിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണല്ലേ? ബട്ട് അത് വളരെ സിമ്പിളായിട്ട് എന്താണ്? ഗവൺമെൻറ് സൈറ്റ്സിലേക്ക് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഇ-സൈൻ ഫെസിലിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അവിടെയും നമ്മൾ പ്രത്യേകിച്ച് മിസ്റ്റേക്ക് ഒന്നും കാണുന്നില്ല. അടുത്ത എന്താണ്? ദ സ്ലോഗൻ ഓഫ് ഡിജി ലോക്കർ, മൈ ഡോക്യുമെന്റ് എനി ടൈം എനിവെയർ. നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തത്. മൈ ഡോക്യുമെന്റ് എനി ടൈം എനിവെയർ, അതും കറക്റ്റ് ആണ്. സോ ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്ട് ശരിയാണെന്ന് പറഞ്ഞു അല്ലേ? ആദ്യത്തെ ഏതാണ്ട് ശരി തന്നെയാണ്. വായിച്ചു നോക്കിയ ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി MeitY ഭാഗമാണ് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം. 2016 വന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു തെറ്റില്ലേ? 2016 പകരം എന്താണ്? 2015 വന്നത്. 2015 ജൂലൈ 1 ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് തന്നെ അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഡിജി ലോക്കറും വന്നത്. സോ അവിടെ നമ്മൾ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു തെറ്റാണ്. വായിക്കുന്ന സമയത്ത് എന്താണ്? 2016 നമുക്ക് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ 2015 15 വന്നത് എന്നൊരു ബോധ്യം നമുക്ക് ഇല്ലെങ്കിൽ ഈ ഒരു 4 ഓപ്ഷൻ വായിച്ച് ശരിയായിട്ട് നമുക്ക് തോന്നും. എന്നിട്ട് നമ്മൾ എന്താണ്? ചിലപ്പോൾ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് കുത്താനുള്ള സാധ്യതയുണ്ട്. ഓപ്ഷൻ സി എന്താണ്? അത്രത്തോളം പെട്ടെന്ന് നമുക്ക് കണക്ട് ആവുന്ന കാര്യം അല്ലാത്തതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് എന്ന രീതിയിൽ
രീതിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് കുത്താൻ സാധ്യതയുണ്ട്. സോ ഇവിടെ ഈ ഒരു വർഷം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. 2015 ജൂലൈ 1 ഡിജി ലോക്കർ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തത്. ഡിജി ലോക്കർ ഈസ് വൺ ഓഫ് ദ കീ ഇനീഷ്യേറ്റീവ് അണ്ടർ ദ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രി. ആ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇപ്പോൾ മിനിസ്ട്രിയുടെ കാര്യമാണ് പറഞ്ഞത്, ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. 2015 ജൂലൈ 1 ഇത് ലോഞ്ച് ചെയ്യേണ്ടായിരുന്നത്. ഇറ്റ് ഇസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ദാറ്റ് ഈസ് എയിംഡ് അറ്റ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇൻ ടു ഡിജിറ്റലി എംപവർഡ് സൊസൈറ്റി ആൻഡ് നോളേജ് എക്കണോമി. എന്താണ് നമ്മുടെ ഇന്ത്യ ഡിജിറ്റലി എംപവർഡ് സൊസൈറ്റി ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി പോലുള്ള കാര്യങ്ങൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വന്നൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഇത്. ക്ലാസ് പറഞ്ഞ കാര്യമാണ്. ഡിജി ലോക്കർ ഇസ് എ പ്ലാറ്റ്ഫോം ഫോർ issuance and verification of document and certificate in a digital way, thus eliminating the use of physical document. Already പറഞ്ഞല്ലോ, physical document ആവശ്യം നമുക്കില്ല. നമുക്കെല്ലാം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലിൽ കിട്ടും കാര്യങ്ങൾ. സിറ്റിസൺസ് ക്യാൻ ആക്സസ് ദർ ഡിജിറ്റൽ ഡോക്യുമെന്റ് എനി ടൈം എനിവെയർ ആൻഡ് ഷെയർ ഇറ്റ് ഓൺലൈൻ. അതും പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞ ക്ലാസ് ചർച്ച ചെയ്ത കാര്യം കൂടിയാണ്. നെക്സ്റ്റ് ചോദ്യം ഒന്ന് വായിച്ചേ. വിച്ച് among the following is or are the benefit of e-governance? e-governance ബെനിഫിറ്റ്സ് ആണ് ചോദിച്ചത് അല്ലേ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ക്യാൻ റിസീവ് സർവീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. വായിക്കുമ്പോൾ ഏതാണ് ശരിയാണെന്ന് തോന്നുന്നു അല്ലേ. ഇൻഫർമേഷൻ IT സഹായത്തോടു കൂടി എന്താണ് നമുക്ക് സേവനങ്ങൾ നേടാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് എന്താണ്, നീഡ് ടു വെയിറ്റ് ഗവൺമെന്റ് ഓഫീസ് ഫോർ സർവീസ്. അവിടെ നിൽക്കട്ടെ, ഗവൺമെന്റ് ഓഫീസിൽ സേവനങ്ങൾക്ക് വേണ്ടി നമ്മൾ e-governance ബന്ധപ്പെട്ട് കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ എന്താണ്, ഗവൺമെന്റ് സർവീസ് ഓഫേർഡ് സ്പീഡ്ലി ആൻഡ് വിത്ത് ലെസ് എക്സ്പെൻസീവ്. ഗവൺമെന്റ് സേവനങ്ങൾ എന്താണ് വളരെ വേഗത്തിലും കുറഞ്ഞ ചിലവിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നാലാമത്തെ എന്താണ്, എഫിഷ്യൻസി ഓഫ് ദ ഓഫീസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്. എന്താണ് എഫിഷ്യൻസി ഓഫ് ദ ഓഫീസും അതുപോലെ ക്വാളിറ്റി ഓഫ് സർവീസ് സേവനങ്ങളുടെ ആ ഒരു കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, ആ രീതിയിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ എന്താണ് നമുക്ക് എല്ലാം ഏതാണ്ട് ശരിയായിട്ട് തോന്നും. ബട്ട് 2 എന്തോ ഒരു പ്രശ്നം നമ്മൾ തോന്നില്ലേ. 2 എന്താണ് പ്രശ്നം, നീഡ് ടു വെയിറ്റ് ഗവൺമെന്റ് ഓഫീസ് ഫോർ സർവീസ്. അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? നമുക്ക് ഗവൺമെന്റ് ഓഫീസുകൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഗവൺമെന്റ് ഓഫീസിൽ നമ്മൾ ഫിസിക്കലി പോവേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് അതിന് പകരം എന്താണ് ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സേവനങ്ങൾ നേടാൻ വേണ്ടി സാധിക്കും. അതാണ് e-governance പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് അല്ലേ. സോ എന്താണ് ഇവിടെ നീഡ് ടു വെയിറ്റ് ഗവൺമെന്റ് ഓഫീസ് ഫോർ സർവീസ് എന്നുള്ളത് നോ എന്നുകൂടെ ഇതിന് മുന്നിൽ വരണം. നോ നീഡ് ടു വെയിറ്റ് ഗവൺമെന്റ് ഓഫീസ് ഫോർ സർവീസ്. ബാക്കിയൊക്കെ കറക്റ്റ് അല്ലേ വരുന്നത്. വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ ബെനിഫിറ്റ് ഓഫ് e-governance എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാൻ റിസീവ് സർവീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഒന്ന് കറക്റ്റ് ആണ്. ഓക്കെ, ഇൻഫർമേഷൻ IT സഹായത്തോടുകൂടെ സേവനങ്ങൾ ലഭ്യമാവുന്നുണ്ട്. മൂന്നാമത്തെ എന്താണ്, ഗവൺമെന്റ് സർവീസ് ഓഫേർഡ് സ്പീഡ്ലി ആൻഡ് വിത്ത് ലെസ് എക്സ്പെൻസീവ്. വളരെ വേഗത്തിലും കുറഞ്ഞ ചിലവിലും. കുറഞ്ഞ ചിലവെന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് വാഹനങ്ങൾ എടുത്തിട്ട് ഓഫീസുകളിൽ പോകണ്ട, അതിനുള്ള ടൈം കൺസപ്ഷൻ വരുന്നില്ല, അങ്ങനെ കാര്യമൊന്നും വരുന്നില്ല, നടന്ന് ചെരുപ്പ് തായുന്നില്ല അല്ലേ. നെക്സ്റ്റ് എന്താണ്, എഫിഷ്യൻസി ഓഫ് ദ ഓഫീസസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്. സേവനങ്ങളുടെ എന്താണ് എഫിഷ്യൻസിയും ക്വാളിറ്റിയും ഒക്കെ എൻഹാൻസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ 1, 3, 4 ശരിയാണ്. 2 മാത്രമാണ് തെറ്റ്. കാരണം എന്താണ്, നോ നീഡ് ടു വെയിറ്റ് ഗവൺമെന്റ് ഓഫീസ് ഫോർ സർവീസ് എന്നതിന് പകരം ഇവിടെ നീഡ് ടു വെയിറ്റ് എന്നാണ്. സോ അത്തരത്തിൽ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട് എന്ന് കൂടെ നമ്മൾ വായിച്ചിട്ട് കൺഫേം ചെയ്യണം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ബെനിഫിറ്റ് ഓഫ് e-governance എന്ന് പറഞ്ഞിട്ട് ക്യാൻ റിസീവ് സർവീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. IT സഹായത്തോടുകൂടി ഓൾറെഡി പറഞ്ഞു ഗവൺമെന്റിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ICT ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ICT ഇൻട്രൊഡ്യൂസ് ചെയ്താണ് e-governance എന്ന് പറഞ്ഞു. സോ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ നമുക്ക് സേവനങ്ങൾ എന്താണ് ലഭ്യമാകുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, നീഡ് നോട്ട് ടു വെയിറ്റ്. ഇവിടെ എന്താണ്, നീഡ് നോട്ട് ടു വെയിറ്റ് എന്നാണ്. ഓക്കെ, നമ്മളെന്താണ് നീഡ് ടു വെയിറ്റ് എന്ന് പറഞ്ഞിട്ടാക്കിയല്ലേ, നീഡ് നോട്ട് ടു വെയിറ്റ് ഇൻ ഗവൺമെന്റ് ഓഫീസ് ഫോർ സർവീസസ്. നെക്സ്റ്റ് എന്താണ്, ഗവൺമെന്റ് സർവീസസ് ഓഫേർഡ് സ്പീഡിലി ആൻഡ് വിത്ത് ലെസ് എക്സ്പെൻസീവ്. വളരെ വേഗത്തിലും എന്ന കുറഞ്ഞ ചിലവിലും ഗവൺമെന്റ് സേവനങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. എഫിഷ്യൻസി ഓഫ് ദ ഓഫീസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഐഡന്റിഫൈ ദ റോങ് പേസ്. ഇത് തെറ്റായ പേസ് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് വായിച്ചു നോക്കാം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഗവൺമെന്റിന്റെ e-governance ബന്ധപ്പെട്ട അവർ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അപ്ലിക്കേഷൻ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ എന്തൊക്കെയാണ്, G2G എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്. ഓക്കെ, ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് എന്താണ്, G2B ഗവൺമെന്റ് ടു ബ്രോക്കർ ഇനീഷ്യേറ്റീവ്. നമ്മൾ ബ്രോക്കർ എന്ന് പറയുന്ന കാര്യം പഠിച്ചിട്ടുണ്ടോ? അവിടെ നിൽക്കട്ടെ, ബ്രോക്കർ അവിടെ വട്ട നിൽക്കട്ടെ. നമുക്ക് ഗവൺമെന്റ് എന്താണ് ഒരു കട്ടപ്പെട്ടിയിലും കൊണ്ടുപോയിടാം.
ഓക്കെ, ഇനി G2E ഗവൺമെന്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? ഗവൺമെന്റ് ടു എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല അല്ലേ. ഗവൺമെന്റ് ടു ഗവൺമെന്റ് ടു കസ്റ്റമർ ഇനീഷ്യേറ്റീവ്. ഇവിടെ കസ്റ്റമർ അല്ലേ ഇന്ന വ്യക്തി എന്ന ഇതൊന്നും ചിന്തിക്കരുത്. കറക്റ്റ് വാക്ക് എന്താണോ അത് തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ ഗവൺമെന്റിനെ മാത്രം കട്ടപ്പെട്ടിയിലിട്ടുണ്ട്, ബാക്കിയൊക്കെ എന്താണ് ഒരു വട്ടപ്പെട്ടിയിൽ ഇട്ടിട്ടുണ്ട് അല്ലേ. സോ എന്താണ് G2G ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ആണ്. ബട്ട് G2B എന്താണ്? G2B ഗവൺമെന്റിനും ആരെയാണ് കണക്ട് ചെയ്യുന്നത്? ബിസിനസ് ആണ്. ഗവൺമെന്റിനെയും അതുപോലെ ബിസിനസ്സിനെയുമാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് മറ്റൊരു സംസ്ഥാനത്തിന്റെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, യൂണിയൻ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അഡ്മിനിസ്ട്രേഷൻ പരമായുള്ള കാര്യങ്ങളും സേവനങ്ങളൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇനീഷ്യേറ്റീവ്സ് ആണ് G2Gയിൽ വരുന്നത്. ഇനി G2Bയിൽ എന്താണ്? ബിസിനസ് പേഴ്സൺസ് ഉണ്ടാവും അല്ലേ. ആ ബിസിനസ് പേഴ്സൺസ് എന്താണ്? അവരുടെ ലൈസൻസിങ്, അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട പുതുക്കുന്ന പല രീതിയിലുള്ള പുതിയ ഓൺടർപ്രണർഷിപ്പ് കാര്യങ്ങൾ ആരംഭിക്കാനുള്ള കാര്യങ്ങൾ, രജിസ്ട്രേഷൻ, ലൈസൻസിങ് പോലെയുള്ള കാര്യങ്ങൾ. സോ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നൂലാമാലകൾ വരുന്നുണ്ടല്ലേ. സോ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് G2B എന്ന് പറയുന്ന, ബ്രോക്കേഴ്സ് അല്ല, ബിസിനസ് പേഴ്സൺസ് അല്ലെങ്കിൽ ബിസിനസ് എന്നാണ്, ഗവൺമെന്റ് ടു ബിസിനസ് എന്നാണ് വരുന്നത്. ഇനി ഗവൺമെന്റ് ടു എന്താണ്? എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ നമ്മൾ പറയും എന്താണ്? എഡ്യൂക്കേഷൻ അല്ല, പകരം എന്താണ്? എംപ്ലോയീസ് എന്ന് നമ്മൾ പഠിച്ചില്ലേ. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ. നിങ്ങൾ നാളെ LHG എക്സാം എഴുതിയിട്ട് കയറി കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് മാറും അല്ലേ. സോ നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ എന്താണ് ഒരു ചാനൽ വരുന്നത്, അതാണ് ഗവൺമെന്റ് ടു എംപ്ലോയീസ് വരുന്നത്. എഡ്യൂക്കേഷൻ അല്ല, പകരം എന്താണ്? എംപ്ലോയീസ് ആണ്. ഗവൺമെന്റ് അവർ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുൻപ് പറഞ്ഞില്ല. അവരുടെ പെർഫോമൻസ് അനാലിസിസ് കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ തന്നെ അവരുടെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതിനൊക്കെ ഒരുപാട് ചാനൽസ് അല്ലെങ്കിൽ ഒരുപാട് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് വരുന്നുണ്ട്. സോ അതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് G2E. എന്തിനാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്? എല്ലാത്തിനും എല്ലാവരെയും കൊണ്ടുപോയിട്ട് നിൽക്കേണ്ട കാര്യമല്ല. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധാരണ ആളുകൾക്ക് ആവശ്യമില്ല, ബിസിനസ് പേഴ്സൺസിന് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഗവൺമെന്റിന് ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതിൽ സാധാരണ ആളുകൾ വരേണ്ടതില്ല. സോ അത്തരത്തിൽ ഒരുപാട് സെപ്പറേറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറ്റുന്നതാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ്സ് വരുന്നത്. ഇനി അവസാനത്തെ എന്താണ്? G2C കസ്റ്റമേഴ്സ് അല്ല, പിന്നെ ആരാണ്? നമ്മളെ പോലെയുള്ള സാധാരണക്കാരാണല്ലേ. അതായത് ഗവൺമെന്റ് ടു സിറ്റിസൺസ് ആണ് വരുന്നത്. ഗവൺമെന്റ് ടു സിറ്റിസൺസ്. ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഇവിടെ റോങ് പേയേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. റോങ് പേയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചിലപ്പോൾ ഇവിടെ ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല, ഓൺലി 1 എന്ന് കൊടുക്കും. നമ്മൾ ചോദ്യം വായിക്കാതെ ചാടി കയറിയിട്ട് എന്താണ് അങ്ങ് കറപ്പിക്കും അല്ലേ. നമ്മൾ കറപ്പിച്ചിട്ട് അവസാനം വീട്ടിൽ വന്നൊരു ചോദ്യം വായിക്കുമ്പോൾ ഐഡന്റിഫൈ ദ റോങ് പേയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഓൺലി 1 കൊടുത്താൽ തെറ്റിയല്ല. നമ്മളിപ്പോൾ കറക്റ്റ് പെയറാണ് കൊടുത്തത്. സോ റോങ് പെയർ എന്ന് പറയുമ്പോൾ 2, 3, 4 ആണ് ഇവിടെ റോങ് പെയർ. ഓപ്ഷൻ D ആണ് നമുക്ക് റോങ് പെയർ ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ടു ഗവൺമെന്റ് G2G ഇനീഷ്യേറ്റീവ്, ഗവൺമെന്റ് ടു ബിസിനസ് G2B ഇനീഷ്യേറ്റീവ്, ഗവൺമെന്റ് ടു എംപ്ലോയി G2E ഇനീഷ്യേറ്റീവ്, ഗവൺമെന്റ് ടു സിറ്റിസൺ G2C ഇനീഷ്യേറ്റീവ്. അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചേക്കണം. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് 1 മണിക്കൂറിന് ക്ലാസ് എടുത്ത് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറിന് ക്ലാസ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താമെന്ന് മാത്രമേ നോക്കാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം. ഇതിൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ മാറ്റങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം. മൈക്രോ ലെവലിൽ നമ്മൾ എന്താണ് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആദ്യം നിങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം, ബാക്കി നിങ്ങൾ ഓപ്ഷൻ ഒക്കെ വായിച്ചില്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്ന മുൻപ് ഇവിടെ എന്താണ് ഈ കറക്റ്റ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ഇതൊന്ന് വട്ടൗട്ടേക്കാം. നിങ്ങളുടെ കൈ പെണ്ണ് ഉണ്ടാവില്ല, ആ പെണ്ണ് വെച്ചിട്ട് ഇതൊന്ന് അവിടെ വട്ടൗട്ടേക്കാം. ഓക്കെ, ഈ പറയുന്ന കാര്യം കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിലാണ് ഞാൻ വായിക്കാൻ വേണ്ടി പോകുന്നതിൽ കറക്റ്റേ ഞാൻ എടുക്കത്തുള്ളൂ, നോട്ട് കറക്റ്റ് അല്ല, കറക്റ്റ് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ എന്ന രീതിയിൽ ചിന്ത നമുക്ക് വേണം. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. വായിച്ചു നോക്കിയേ. നാഷണൽ ഗവേണൻസ് പ്ലാൻ NEGP എന്ന് പറയും സ്റ്റാർട്ടഡ് ഇൻ 2004, 2004 ആരംഭിച്ച എന്ന രീതിയിൽ പറഞ്ഞു. അത് അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് എന്താണ്? ദ NEGP കംപ്രൈസ് ഓഫ് 34 മിഷൻ മോഡ് പ്രൊജക്ട്സ് ആൻഡ് 10 കമ്പോണൻസ്. അതും അവിടെ നിൽക്കട്ടെ. 2 ഓപ്ഷൻസ് ജസ്റ്റ് വായിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ്? ഇൻ ദ ഇയർ 2011 5 പ്രോജക്ട്സ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദ NEGP പ്രോഗ്രാം. 2011 NEGP പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട 5 പ്രോജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു ബ്രിങ് പബ്ലിക് സർവീസ് ക്ലോസർ ടു ദ സിറ്റിസൺസ്. അതായത് ജനങ്ങളിലേക്ക് എന്താണ് പൊതുസേവനങ്ങൾ കുറച്ചുകൂടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് NEGP അല്ലെങ്കിൽ നാഷണൽ ഗവേണൻസ് പ്ലാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് വായിക്കുമ്പോൾ തന്നെ ഏതാണ് നമുക്ക് മനസ്സിലാവും അല്ലേ. ഇവിടെ ഞാൻ വേറെ സെപ്പറേറ്റഡ് ഓപ്ഷൻ 1 മാത്രം കറക്റ്റ് അല്ലെങ്കിൽ 1, 2 കറക്റ്റ് അങ്ങനെ കൊടുക്കാത്തടത്തോളം കാലം എന്താണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ല. സോ ആ രീതിയിൽ കാര്യമായതുകൊണ്ട് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ ഉത്തരത്തിലേക്ക് എത്താം. എന്താണ്? ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു ബ്രിങ് പബ്ലിക് സർവീസ് ക്ലോസർ ടു സിറ്റിസൺ. അത് കറക്റ്റ് ആണെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ളതിൽ വരുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. സോ ഇവിടെ എന്താണ്?
ആദ്യത്തിൽ വരുന്നത് ഇയർ ശരിയല്ല, ഇയറിൽ മിസ്റ്റേക്ക് വരുന്നുണ്ട്, 2004 വേറെന്തോ മിസ്റ്റേക്ക് ഇയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്, 2004 വരുന്നത്. നെക്സ്റ്റ് എന്താണ് NEGP കംപ്രൈസ് ഓഫ് 34 മിഷൻ മോഡ് പ്രൊജക്ട്. ഇവിടെ 34 എന്ന് പറയുന്ന നമ്പറിലും പ്രശ്നം വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് ഇൻ ദി ഇയർ 2011 5 പ്രൊജക്ട്, ഇവിടെ 5 എന്ന് പറയുന്ന നമ്പറിലും പ്രശ്നം വരുന്നുണ്ട്. അതെന്താണ് പ്രശ്നം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഇവിടെ ആദ്യത്തെ പ്രശ്നം എന്താണ് 2006 ആണ്, 2006. ഇവിടെ എന്താക്കണം നമ്മൾ 2004 2006. ഓക്കെ, ദ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ 2006. 2006 ആരംഭിച്ചത്. NEGP ഇസ് എ ജോയിന്റ് ഇനീഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, മെയ്റ്റിയും അതുപോലെ എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസും ആണ് ഇത് ലോഞ്ച് ചെയ്തത് 2006. ഓക്കെ, 2006 ഓൾറെഡി പറഞ്ഞു, 2006 ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഇവിടെ കൊടുത്ത് എന്താണ് 2004. സോ അവിടെ എന്താണ് 2004 തെറ്റാണ്, നമ്മളൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം കാണാനാണ് പറഞ്ഞത്. സോ ഇവിടെ 2006 വരുന്നത്. നെക്സ്റ്റ് എന്താണ് ദ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ takes a holistic view of e-governance initiative across the country, integrating them with collective vision and shared course. അവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നത് ആയതുകൊണ്ടാണ് കൊടുത്തത്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ് around this idea, a massive countrywide infrastructure reaching down to the remotest of village is evolving. A large scale digitalization of records is taking place to enable easy reliable across over the internet. അതായത് ഈ ഒരു കാര്യം ഗ്രാസ് റൂട്ട് ലെവലിൽ കൂടെ എത്തുന്നതാണ് അതിലൂടെ പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു ബ്രിങ് പബ്ലിക് സർവീസസ് ക്ലോസർ ടു ദ ഹോം ടു സിറ്റിസൺ. അതായത് ആളുകളിലേക്ക് എത്തും, വാതിൽപ്പടി സേവനങ്ങളിലെ. സോ അത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, വാതിൽപ്പടി സേവനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ് ദ ഗവൺമെന്റ് അപ്രൂവ്ഡ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ കംപ്രൈസിംഗ് ഓഫ് 27 മിഷൻ മോഡ് പ്രൊജക്ട്. ഇതിൽ പ്രശ്നമില്ല, 27 മിഷൻ മോഡ് പ്രൊജക്ട് ഇനീഷ്യലി ആയിരുന്നു 2006 കാര്യമാണ്, 8 കമ്പൗണ്ട്സുമാണ്. ബട്ട് അതല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ പറയുന്ന ആ ഒരു മിഷൻ മോഡ് പ്രൊജക്ട് വരുന്ന ആ രീതിയിലല്ല, നമ്മൾ ലേറ്റസ്റ്റ് ആയുള്ള കാര്യമാണ് പറഞ്ഞത്. 2 വന്നാലും തെറ്റ് തന്നെയാണ് അല്ലേ, 34 എന്നാണ് ഇവിടെ കൊടുത്തത്. സോ ഇവിടെ എന്താണ് അതിന് പകരം എന്താണ് ഇനീഷ്യലി 31 മിഷൻ മോഡ് പ്രൊജക്റ്റും 10 കമ്പൗണ്ട്സുമാണ് ഉണ്ടായിരുന്നത്. എന്താണ് ഇനീഷ്യലി ഇവിടെ 34 പകരം 31 മിഷൻ മോഡ് പ്രൊജക്റ്റോ 10 കമ്പൗണ്ട്സുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. സോറി, ഇനീഷ്യലി അല്ല, ഇനീഷ്യലി 27 മാത്രമാണ്. പിന്നീട് എന്താണ് അതായത് നിലവിൽ 31 മിഷൻ മോഡ് പ്രൊജക്റ്റും 10 കമ്പൗണ്ട്സുമാണ്. സോ ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് 34 എന്നാണ് കൊടുത്തത്, 31 കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈ 2011 എന്താണ് 2011 5 പ്രൊജക്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറഞ്ഞു. 5 അല്ല, അത് 4 പ്രൊജക്റ്റാണ്. ഏതൊക്കെയാണ് പ്രൊജക്ട്? ഒന്ന് ഹെൽത്ത്, മറ്റൊന്ന് എഡ്യൂക്കേഷൻ, മറ്റൊന്ന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, മറ്റൊന്ന് പോസ്റ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 4 പ്രൊജക്റ്റാണ്. ഇവിടെ എന്താണ് കൊടുത്തത്? ഇവിടെ 5 പ്രൊജക്റ്റ് ആണ്. സോ 5 പ്രൊജക്ട് തെറ്റാണ്, പകരം എന്താണ് 4 പ്രൊജക്റ്റ് ആണ്. സോ നമ്മുടെ ഉത്തരത്തിലേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്തൊക്കെയാണ് തെറ്റ്? NEGP വന്നത് 2004 മറിച്ച് 2006. ഇനീഷ്യലി വന്നപ്പോൾ 27 മിഷൻ മോഡ് പ്രൊജക്റ്റ് ആണെങ്കിൽ നിലവിൽ 31 മിഷൻ മോഡ് പ്രൊജക്റ്റ് ആണ്, ഇവിടെ 34 കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താണ് 2011 പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ട പ്രൊജക്ട് 27 നിന്നും എന്താണ് 31 ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് എത്താം കേട്ടോ. 2006 വന്ന സമയത്ത് 27 എന്ന് പറഞ്ഞു അല്ലേ. പിന്നീട് എന്താണ് 2011 എത്തിയ സമയത്ത് അവിടെ നമുക്ക് 31 മിഷൻ മോഡ് പ്രൊജക്ട്, ഇവിടെ മിഷൻ മോഡ് പ്രൊജക്ട്, ഇവിടെ മിഷൻ മോഡ് പ്രൊജക്ട് എന്ന രീതിയിൽ അഡീഷണൽ ആയിട്ട് വന്ന 4 കാര്യമാണ് അല്ലേ. സോ ആ രീതിയിൽ നമുക്ക് എന്താണ് ഇതും തെറ്റാണ്. ഈ രീതിയിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിലും സിമ്പിളായിട്ട് ഞാൻ തന്ന ഓപ്ഷൻ കുറച്ചുകൂടെ സിമ്പിളാണ്, ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് അങ്ങനെ തരണമെന്ന് നിർബന്ധമില്ല. ഓക്കെയാണല്ലോ, ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് ILGMS സ്റ്റാൻഡ് ഫോർ. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ആണല്ലേ. ഇതുപോലൊരു ഷോർട്ട് ഫോം വന്നിട്ട് അതിൻ്റെ അബ്രിവേറ്റഡ് ഫോം നമ്മളോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം അബ്രിവേഷൻ വന്നിട്ട് നമ്മളോട് എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. സോ ILGMSന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? ഇന്റഗ്രേറ്റഡ് ലോക്കൽ സെൽഫ് ഗവേണൻസ് മാനേജ്മെന്റ് സർവീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് ഇന്റഗ്രേറ്റഡ് ലോക്കൽ സെൽഫ് ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മാനേജ്മെന്റ് സർവീസ്. ഇത് നമുക്ക് വായിക്കുമ്പോൾ എല്ലാം ഏതാണ്ട് ഒരുപോലെ തോന്നും അല്ലേ. ബട്ട് എന്താണ് നമുക്ക് സിസ്റ്റം ആണെന്ന രീതിയിലൊരു ഐഡിയ ഉണ്ട്, സർവീസ് എല്ലാം മറിച്ച് എന്താണ് സിസ്റ്റം ആണെന്ന രീതിയിലൊരു ഐഡിയ ഉണ്ട്. സോ ഇത് നമുക്ക് വെട്ടാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ പഠിക്കുന്ന എന്താണ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സോ ഒരിക്കലും എന്ത് കടന്നു വരത്തില്ല, ഗവൺമെന്റ് എന്ന് പറയുന്ന ടേം അവിടെ വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഗവൺമെന്റ് എന്ന് കരുതി എല്ലാത്തിലും അപ്ലൈ ചെയ്യരുത്. ILGMSുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സോ ഇവിടെ എന്തുമാത്രമാണ് ബാക്കിയുള്ളത്? ഇന്റഗ്രേറ്റഡ് ലോക്കൽ സെൽഫ് ഗവേൺസ് മാനേജ്മെന്റ് സിസ്റ്റം മാത്രമാണ്. അവിടെ ഗവേൺസും അതുപോലെ സിസ്റ്റവുമാണ്. ആ രീതിയിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ ILGMSന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റഗ്രേറ്റഡ് ലോക്കൽ സെൽഫ് ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്.
കേരളത്തിലാണ് ഇത് വന്നത് 2021 സെപ്റ്റംബർ 3 ഇത് വന്ന് വിത്ത് ഗോൾ ഓഫ് അലോയിങ് പീപ്പിൾ ടു ആക്സസ് പഞ്ചായത്ത് ഓഫീസ് സർവീസ് റിമോട്ട്ലി ഫ്രം ഹോം. അതായത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സേവനങ്ങളുണ്ടല്ലോ, ഗ്രാസ് റൂട്ട് ലെവലിൽ വരുന്ന സേവനങ്ങൾ, അത് ആളുകൾക്ക് എന്താണ് റിമോട്ട്ലി അല്ലെങ്കിൽ വീടുകളിൽ ഇരുന്നു കൊണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് ILGMS വന്നത്. ഇനീഷ്യലി 941 പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് റിമോട്ടിൽ ലഭിക്കാം, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ മറ്റ് അപ്ലിക്കേഷൻസ് നമുക്ക് റിമോട്ടിൽ നൽകാം, ടാക്സ് പേയ്മെന്റ് നമുക്ക് എന്താണ് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം, അതുപോലെ കംപ്ലൈന്റ് ആൻഡ് അപ്പീൽ റേസിംഗ് ഒക്കെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഇനീഷ്യലി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഗവേണൻസ് സിസ്റ്റം ദാറ്റ് ഗിവ്സ് പബ്ലിക് ആക്സസ് ടു അവർ 200 സർവീസ്, 200ലധികം സർവീസസ്. ഈ ഒരു കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട് ബർത്ത്, ഡെത്ത്, അതർ സർട്ടിഫിക്കറ്റ്, ടാക്സ് പേയ്മെന്റ്, കംപ്ലൈന്റ് ആൻഡ് അപ്പീൽ റേസിംഗുമായിട്ട് ബന്ധപ്പെട്ട് 200ഓളം സർവീസ് 941 ഗ്രാമപഞ്ചായത്തിൽ ഇനീഷ്യലി ലഭ്യമായിരുന്നു. എന്നാണ് ILGMS വന്നത്? 2021 സെപ്റ്റംബർ 3 അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഒന്ന് വായിച്ചേ. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് മുന്നേ നടന്ന പല പരീക്ഷകൾക്ക് വന്ന ചോദ്യമാണ്. സോ കെ സ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. എന്തൊക്കെയാണ്? കെ സ്മാർട്ട് സ്റ്റാൻഡ് ഫോർ കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഫുൾ ഫോം ആണ് നമ്മളോട് ചോദിച്ചത്, അത് അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് എന്താണ്? കെ സ്മാർട്ട് ഡെവലപ്ഡ് ബൈ IKM അല്ലെങ്കിൽ ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? കെ സ്മാർട്ട് ക്യാൻ ഓൾസോ ബി ഡബ്ഡ് ആസ് എ സെക്കൻഡ് വേർഷൻ ഓഫ് കെ സ്വിഫ്റ്റ്. കെ സ്വിഫ്റ്റിന്റെ സെക്കൻഡ് വേർഷൻ ആണ് കെ സ്മാർട്ട് എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഇൻ ദ ഫസ്റ്റ് ഫേസ് 8 മോഡ്യൂൾ ഇൻക്ലൂഡഡ് ഇൻ കെ സ്മാർട്ട്. കൺഫ്യൂസിംഗ് ആയുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് എന്തറിയണം? കെ സ്മാർട്ടിന്റെ ഫുൾ ഫോം നമുക്ക് അറിഞ്ഞേ മതിയാത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് പണിവാളും അല്ലേ. കെ സ്മാർട്ടിന്റെ ഫുൾ ഫോം എന്താണ്? കെ എന്തായാലും കേരളയാണെന്ന് എല്ലാവർക്കും അറിയാം. എസ് സൊല്യൂഷൻ, എം എന്താണ്? മാനേജ്മെന്റ്, എ അഡ്മിനിസ്ട്രേറ്റീവ്, ആർ റിഫോർമേഷൻ, അതുപോലെ ടി എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ആണ് അല്ലേ. കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് കെ സ്മാർട്ട് എന്ന് പറയുന്ന ടേമിന്റെ ഫുൾ ഫോം ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. സോ അത് കറക്റ്റ് ആണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? ദ കെ സ്മാർട്ട് ആപ്പ് ഡെവലപ്ഡ് ബൈ IKM ഇൻഫർമേഷൻ കേരള മിഷൻ. നമ്മുടെ IKM ഇൻഫർമേഷൻ കേരള മിഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ്? ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ IKM ആണ്, ഇൻഫർമേഷൻ കേരള മിഷനാണ്. ICT സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ല, അതുപോലെ IKM ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതും ശരിയാണ്. ലാസ്റ്റ് എന്താണ്? ഇൻ ദ ഫസ്റ്റ് ഫേസ് 8 മോഡ്യൂൾ ഇൻക്ലൂഡഡ് ഇൻ ദ കെ സ്മാർട്ട്. കെ സ്മാർട്ടിൽ 8 മോഡ്യൂളാണ് ഫസ്റ്റ് ഫേസിൽ ഇൻക്ലൂഡ് ചെയ്തത്, അതും കറക്റ്റ് ആണ്. പിന്നെ എന്തായിരിക്കും തെറ്റ? മൂന്നാമത്തെ ആണ് അല്ലേ. കെ സ്മാർട്ട് ക്യാൻ ഓൾസോ ബി ഡബ്ഡ് ആസ് എ സെക്കൻഡ് വേർഷൻ ഓഫ് കെ സ്വിഫ്റ്റ്. എന്തിൻ്റെയോ സെക്കൻഡ് വേർഷനാണ് കെ സ്മാർട്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കെ സ്വിഫ്റ്റിനെ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യണം അല്ലേ. കെ സ്വിഫ്റ്റിന്റെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ എന്തിൻ്റെയാണ്? നമ്മൾ നേരത്തെ പഠിച്ച ILGMSന്റെ സെക്കൻഡ് വേർഷനായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ ഇവിടെ എന്താണ്? ഇവിടെ റോങ് സ്റ്റേറ്റ്മെന്റ്. ആദ്യം ഞാൻ പറഞ്ഞു എന്താണ്, ഇതൊന്ന് വട്ടുവിട്ടേക്കണം കേട്ടോ, ഞാൻ വിട്ടുപോയി. റോങ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. സോ കെ സ്മാർട്ട് can also be dubbed as a second version of കെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ എന്തിന്റെ സെക്കൻഡ് വേർഷൻ ആണ്? ILGMSന്റെ സെക്കൻഡ് വേർഷൻ ആണ് അല്ലേ. ILGMSന്റെ, അതായത് ILGMS ഒന്ന് പരിഷ്കരിച്ച് വന്ന പുതിയ വേർഷൻ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി സാധിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡാറ്റ കൂടിയാണ് 2024 ജനുവരി 1. സോ വരാനുള്ള സാധ്യത വളരെ 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 അധികമാണ്. ഓൾറെഡി കറണ്ട് അഫെയറിൽ ഓൾറെഡി ഈ ഗവേണൻസ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാനുള്ള സാധ്യത വളരെ അധികമാണെന്ന്. സോ കെ സ്മാർട്ടിന്റെ ഫുൾ ഫോം എന്താണ്? കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ ഗവേണൻസ് പ്രോജക്ട് ഹാസ് കമൻസ്ഡ് എയിമിംഗ് ടു മേക്ക് ഓൾ സർവീസ് ഓഫേർഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ആക്സസ് ഓൺലൈൻ. നേരത്തെ ഇത് തന്നെയാണ് ILGMSന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതായത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭിക്കുക. സോ അതിന്റെ സെക്കൻഡ് വേർഷൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല അല്ലേ. ഇൻ ദ ഫസ്റ്റ് ഫേസ് കെ സ്മാർട്ട് പ്രോജക്ട് വിൽ ബി ഇംപ്ലിമെന്റഡ് ഇൻ മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ ഫ്രം 1 ജനുവരി 2024. അത് കറണ്ട് അഫെയറിലെ ഡാറ്റ ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. കെ സ്മാർട്ടിനെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇതിനു മുൻപ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ അതിനു മുന്നിലുള്ള ഏതൊരു എക്സാം ആണെന്ന് തോന്നുന്നു. കെ സ്വിഫ്റ്റ് വന്ന സമയത്തായതുകൊണ്ട് കറണ്ട് അഫെയർ ലിങ്ക് ചെയ്തിട്ട് ആ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കെ സ്മാർട്ടും വരും. ദ പ്രൊജക്ട് സീക്സ് ടു എൻഹാൻസ് എഫിഷ്യൻസി, ട്രാൻസ്പാരൻസി, എലിമിനേറ്റ് കറപ്ഷൻ ആൻഡ് പ്രൊവൈഡ് പ്രോംപ്റ്റ് സർവീസ് ടു സിറ്റിസൺ. അതിന്റെ ഫീച്ചേഴ്സ് ആണ്, അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി എന്താണ്? IKM ആണ്, ഇൻഫർമേഷൻ കേരള മിഷനാണ് ഡെവലപ്പ് ചെയ്ത്. ഇനി മോഡ്യൂൾസ് 8 ആണോ എന്ന് നമുക്കൊന്ന് പഠിക്കണം അല്ലേ. 8 മോഡ്യൂൾസ് തന്നെയാണ്. ക്ലാസ്സിൽ ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. സിവിൽ രജിസ്ട്രേഷൻ, ബിസിനസ് ഫെസിലിറ്റേഷൻ, പ്രോപ്പർട്ടി ടാക്സ്, യൂസർ മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം, ഫിനാൻസ് മോഡ്യൂൾ, ബിൽഡിംഗ് ആൻഡ് പെർമിഷൻ മോഡ്യൂൾ, പബ്ലിക് കംപ്ലൈന്റ്, ഗ്രിവൻസസ് എന്ന രീതിയിൽ 8 മോഡ്യൂൾസ് ഓരോന്ന് എടുത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ 8 മോഡ്യൂൾസ് കൂടെ അവിടെ നിന്ന് പഠിച്ചു വെക്കണം.
ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഒന്ന് ചോദ്യം വായിച്ചു വെക്കുക. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നമ്മൾ ആദ്യം എന്ത് വട്ടം ചെയ്യണം, അല്ലെങ്കിൽ ഉത്തരത്തിൽ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ റോങ് ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞു ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. സോ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? ഡിജിറ്റൽ ഇന്ത്യ ഈസ് എ ക്യാമ്പയിൻ ലോഞ്ച്ഡ് ഓൺ 1st July 2015 ബൈ ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്. വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് തെറ്റം തോന്നില്ല, ബട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചു കഴിഞ്ഞു അല്ലേ, 2015 ജൂലൈ 1. ബാക്കി അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് എന്താണ്? ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. മെയ്റ്റി ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയ്റ്റിയാണ് ലോഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? ദ ഇനീഷ്യേറ്റീവ് ഇൻക്ലൂഡ്സ് പ്ലാൻസ് ടു കണക്ട് റൂറൽ ഏരിയാസ് വിത്ത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. ഡിജിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക് കൂടെ ബന്ധപ്പെടുത്താനുള്ള ഒരു ഒബ്ജക്റ്റീവ് ഇതിനുണ്ട്. ഓക്കെ, ഇതിന് അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് കൂടെ. ഇതിന്റെ പില്ലേഴ്സിൽ ഒരു പില്ലറാണ്, 9 പില്ലേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ക്ലാസ് പഠിപ്പിച്ചായിരുന്നു. ആ ഒരു പില്ലേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പില്ലർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? യൂണിവേഴ്സൽ ഡിജിറ്റൽ ലിറ്ററസി ഈസ് വൺ ഓഫ് ദ 3 കോർ കമ്പോണൻസ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ മിഷൻ. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മൾ വായിക്കുമ്പോൾ 4 കാര്യം ശരിയായതുപോലെ തോന്നുന്നുണ്ട്, ബട്ട് എവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. ഒന്നുകൂടെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ 2015 ജൂലൈ 1 ശരിയാണ്. ജൂലൈ 1 വരെ വായിച്ചിട്ട് അവിടെ നിർത്തിയവർക്ക് പണിപാളും. കാരണം എന്താണ്? അവിടെ പ്രൈം മിനിസ്റ്ററുടെ പേര് തെറ്റിച്ചിട്ടാണ് നൽകിയത്. പ്രൈം മിനിസ്റ്റർ ആരല്ല, എന്തായാലും 2014 വരെ മാത്രമേ കോൺഗ്രസ് സർക്കാർ ഉണ്ടായിട്ടുള്ളൂ അല്ലേ. അതിനുശേഷം എന്താണ്? നരേന്ദ്രമോദിയാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നത്. സോ ആ ഒരു കാര്യമാണ് ഇവിടെ തെറ്റിച്ച് നമുക്ക് നൽകിയത്. ബാക്കിയൊക്കെ ശരിയായിരുന്നു, ആ ഒരു കാര്യം നമുക്ക് തെറ്റിച്ച് നൽകിയിട്ടുണ്ട്. Digital India is a campaign launched by Government of India to make its service available to citizens electronically via improved online infrastructure and by increasing internet connectivity. ഇത്തരത്തിൽ എന്താണ്? നമ്മുടെ റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ റിമോട്ടസ്റ്റ് ഏരിയയിൽ പോലും ഡിജിറ്റലൈസേഷൻ സാധ്യമാവുക. ഇന്ന് നമ്മൾ കാണുന്നില്ല, ഇന്ന് നമ്മൾ UPI പേയ്മെന്റ് ഒക്കെ പണ്ടൊക്കെ കടയിൽ പോയിട്ട് ക്യാഷ് കൊടുക്കുന്ന പോലെ വളരെ സ്വാഭാവികമായുള്ള കാര്യങ്ങളായിട്ട് മാറിയല്ലേ. ബട്ട് 2015 ആ ഒരു കാലഘട്ടത്തിലൊക്കെ വരുമ്പോൾ ആളുകൾക്കൊക്കെ പേടിയായിരുന്നു. ഇത്തരത്തിലൊരു കാര്യം ആരംഭിച്ചാൽ ഒരു UPI അക്കൗണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ അക്കൗണ്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് സേഫ് ആണോ, ഇനി നമ്മുടെ പൈസ വേറെ എങ്ങോട്ടെങ്കിലും പോകുമോ എന്നതിലൊക്കെ ഭയന്ന ആളുകൾ ഇപ്പോൾ എന്താണ്? എല്ലാവരുടെയും പൈസ UPI ആണ്. UPI ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ചെറിയൊരു പെട്ടിക്കടയാണെങ്കിൽ പോലും എന്താണ്? അവിടെയും UPI കാര്യങ്ങളും വരുന്നുണ്ട് ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ടല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന സ്കീം ആദ്യം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു 2015. ദ ഇനീഷ്യേറ്റീവ് ഇൻക്ലൂഡ്സ് എ പ്ലാൻ ടു കണക്ട് റൂറൽ ഏരിയാസ് വിത്ത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. അതിന് 9 പില്ലേഴ്സിൽ ഒന്നായിരുന്നു ഈ പറഞ്ഞ കാര്യം. 9 പില്ലേഴ്സ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ലോഞ്ച്ഡ് ഓൺ 1st July 2015 ബൈ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അതാണ് നമുക്ക് ഇവിടെ തെറ്റിച്ചിട്ട് തന്നല്ലേ. ആരാണ് അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന രീതിയിൽ നമുക്ക് തരികയും അവിടെ തെറ്റിച്ചിട്ട് ആ ഒരു കാര്യം തരികയും ചെയ്തു അല്ലേ. സോ നമുക്ക് എന്താണ്? നമുക്കറിയാം പ്രൈം മിനിസ്റ്ററുടെ പേര് ആ രീതിയിൽ നമുക്ക് ഒന്ന് ഊഹിച്ചിട്ടെങ്കിലും പറയാൻ വേണ്ടി സാധിക്കും. 2015 ജൂലൈ 1 ഇത് ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ് മിനിസ്ട്രിയും ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇറ്റ് ബോത്ത് യൂസസ് ആൻഡ് സപ്പോർട്ട്സ് അതർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കീംസ്, ഭാരത് നെറ്റ്, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്ന് എടുത്ത് നമ്മൾ ചർച്ചയും ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. ഇനി 3 കോർ നമ്മളിവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞത്, യൂണിവേഴ്സൽ ഡിജിറ്റൽ ലിറ്ററസി ഈസ് വൺ ഓഫ് 3 കോർ കമ്പൗണ്ട് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ മിഷൻ. അതിൽ ബാക്കി 2 കോർ കമ്പൗണ്ട് കൂടെ നമുക്ക് പഠിച്ചു വെക്കണം. യൂണിവേഴ്സൽ ഡിജിറ്റൽ ലിറ്ററസി പറഞ്ഞിട്ട് അതുകൂടാതെ എന്താണ്? ഡെലിവറിങ് ഗവൺമെന്റ് സർവീസ് ഡിജിറ്റലി. ഗവൺമെന്റ് സേവനങ്ങൾ എന്താണ്? നമുക്ക് മൊബൈൽ ഫോൺ മുഖേന അല്ലെങ്കിൽ ഡിജിറ്റലി നൽകാൻ വേണ്ടി വാതിൽപ്പടി സേവനങ്ങളായിട്ട് നൽകാൻ വേണ്ടിയുള്ള ലക്ഷ്യമുണ്ട്. അതുപോലെ ആദ്യത്തെ ലക്ഷ്യം എന്താണ്? ദ ഡെവലപ്മെന്റ് ഓഫ് സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. രാജ്യത്ത് എന്താണ്? എല്ലാവർക്കും സുരക്ഷിതവും അതുപോലെ തന്നെ സ്റ്റേബിളുമായുള്ളൊരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഭാവിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യം കൂടെ 2015 ഉണ്ടായിരുന്നു. അതിപ്പോൾ അച്ചീവും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് വായിച്ചേ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് UIDAI. UIDAI എന്ന് പറയുന്നത് നമ്മുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഒബ്ജക്റ്റീവ് ഏതെന്നാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഏതാണ് ശരി എന്ന രീതിയിലാണ് ചോദിച്ചത്. സോ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ എന്താണ്? ടു പ്രൊവൈഡ് ഗുഡ് ട്രാൻസ്പാരന്റ് ആൻഡ് എഫിഷ്യന്റ് ഗവേണൻസ്. ഭരണപരമായുള്ള കാര്യങ്ങൾ എന്താണ്? എഫിഷ്യന്റും ട്രാൻസ്പാരന്റും ഒക്കെ ആയിട്ട് നൽകുക. അതെന്തായാലും തീർച്ചയായിട്ടും UIDAIയുടെ ലക്ഷ്യമാണല്ലേ. നെക്സ്റ്റ് എന്താണ്? ടു മേക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇൻ ലൈൻ വിത്ത് ആധാർ ആക്ട്. ഓൾറെഡി ആധാർ ആക്ട് ക്രിയേറ്റഡ് ആയിരുന്നു. ആ ഒരു ആക്ടിന്റെ പിൻഫലത്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നത്. സോ ആ ഒരു ആക്ടിന്റെ ബേസിസിൽ എന്താണ്? കൂടുതൽ കാര്യങ്ങളും റൂൾസും ആവശ്യമുള്ള റെഗുലേഷനൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ എന്താണ്? ടു എൻഷുർ സെക്യൂരിറ്റി ആൻഡ് കോൺഫിഡൻഷ്യലിറ്റി ഓഫ് ഐഡന്റിഫൈ ഇൻഫർമേഷൻ ആൻഡ് ഓതന്റിക്കേഷൻ റെക്കോർഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ആളുകളുടെ ആ ഒരു വിവരങ്ങൾ, ഐറിസ് ആയാലും കണ്ണായാലും
വിരലുകളായാലും എല്ലാ ബയോമെട്രിക് ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ വായിച്ചു വരുമ്പോൾ എന്താണ് എല്ലാം ശരി തന്നെയാണ് അല്ലേ. 3 കാര്യങ്ങളും ശരിയായിട്ടാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഇത്രയും എന്താണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ബാക്കി ഒബ്ജക്റ്റീവ്സ് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് ഗുഡ് ട്രാൻസ്പാരന്റ് ആൻഡ് എഫിഷ്യന്റ് ഗവേണൻസ്. UIDA നമ്മുടെ ആധാർ 12 അക്കം വരുന്ന ആ ഒരു നമ്പർ അല്ല 12 നമ്പേഴ്സ്. ഓക്കെ, ടു പ്രൊവൈഡ് ഗുഡ് ട്രാൻസ്പാരന്റ് ആൻഡ് എഫിഷ്യന്റ് ഗവേണൻസ് ഒന്നാമത്തെ ലക്ഷ്യമാണ് UIDAയുടെ. രണ്ടാമത്തെ എന്താണ്? ടു ഡെവലപ്പ് പോളിസി പ്രൊസീജിയർ ആൻഡ് സിസ്റ്റം ഫോർ എൻഷുർ ഇഷ്യൂയിങ് ആധാർ നമ്പർ ടു റെസിഡന്റ് ഓഫ് ഇന്ത്യ. എല്ലാവർക്കും ആധാർ നമ്പർ നൽകുന്നത് UIDA ആണല്ലേ. അതുപോലെ ടു പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ടു ദ സിറ്റിസൺസ് ഓഫ് ദ കൺട്രി ഹോൾഡിംഗ് ആധാർ കാർഡ്സ് ടു ഓതന്റിക്കേറ്റ് ആൻഡ് അപ്ഡേറ്റ് ദർ ഡിജിറ്റൽ ഐഡന്റിറ്റി. സോ ഡിജിറ്റൽ ഐഡന്റിറ്റി എന്താണ്? കീപ്പ് ചെയ്യുകയും അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. എൻഷുർ അവൈലബിലിറ്റി, സ്കെയിലബിലിറ്റി ആൻഡ് റെസിലിയൻസ് ഓഫ് ദ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ടു എൻഷുർ സെക്യൂരിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി of identity information and authentication records of individual to make rules and regulation in line with the Aadhaar Act. ഓക്കെ, ഈ ഒരു 6 ഒബ്ജക്റ്റീവ്സ് നിർബന്ധമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 3 ആവാം. ഇതൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്ത കാര്യമായതുകൊണ്ട് അതുപോലെ കോപ്പി പേസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് വായിച്ചേ. വിച്ച് എം ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ പാർട്ട് ഓഫ് ഈ ഓഫീസ്. ഇവിടെയും എന്താണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ഏതെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് ഈ ഓഫീസിന്റെ ഭാഗം? ഈ ഓഫീസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗവൺമെന്റ് ഓഫീസ് വർക്ക്സ് എന്താണ്? അത് ഓൺലൈനായിട്ട് ഡിജിറ്റലായിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ് ആണല്ലേ. എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ ഈ ഫയൽ കൊടുത്തിട്ടുണ്ട്. സ്പാരോ, ഓക്കെ, സ്പാരോ ഉണ്ട്. ഭവിഷ്യയുണ്ട്. വർക്ക് ഫ്രം എനിവെയർ പോർട്ടൽ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ ഏതാണ്ട് വർക്ക് ഫ്രം എനിവെയർ പോർട്ടൽ നമുക്ക് ഊഹിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഈ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ഊഹിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ സ്പാരോയും അതുപോലെ ഭവിഷ്യം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള അല്ലേ. അത് പഠിച്ചവർക്ക് മാത്രമേ കിട്ടൂ എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. സോ ഇവിടെ എന്താണ്? ഇവിടെ ഭവിഷ്യം നമുക്ക് വെട്ടാം. ബാക്കിയുള്ള 1 to 4 ആണ് ഉത്തരം. എന്താണ്? 1 to 4 ആണ്. ഓക്കെ, എന്താണ് ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. ഈ ഫയൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫയൽ ഹാൻഡ്ലിംഗ് തന്നെയാണ് വരുന്നത്. ഈ ഫയൽ ഈസ് എ വർക്ക് ഫ്ലോ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഫീച്ചേഴ്സ് ഓഫ് എക്സിസ്റ്റിംഗ് മാനുവൽ ഹാൻഡ്ലിംഗ് ഓഫ് ഫയൽസ് വിത്ത് അഡീഷൻ ഓഫ് മോർ എഫിഷ്യന്റ് ഇലക്ട്രോണിക് സിസ്റ്റം. ഇത്തരത്തിലുള്ള ഫയൽസ് എന്താണ്? ഫയൽസ് ഡിജിറ്റലൈസ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ഫയൽ എന്ന രീതിയിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? വിർച്വൽ വർക്ക് എൻവയോൺമെന്റ് ആണ് അല്ലേ. ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഫ്രം എനിവെയർ എന്ന രീതിയിലാണ് കാര്യം വരുന്നത്. വർക്ക് ഫ്രം എനിവെയർ പോർട്ടൽ സീക്സ് ടു പ്രൊവൈഡ് വിർച്വൽ വർക്ക് എൻവയോൺമെന്റ് to government employees by providing them with easy access to key application data and communication ഫെസിലിറ്റി. ഓക്കെ, അത്തരത്തിൽ എന്താണ്? അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള ആ ഒരു ടേം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. COVID-19 ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി നമ്മുടെ സ്പാരോയുടെ ഫുൾ ഫോം അവിടെ തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം സ്മാർട്ട് പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ട് റെക്കോർഡിംഗ് ഓൺലൈൻ വിൻഡോ ആണ്. അതായത് എംപ്ലോയീസിന്റെ അപ്രൈസൽ റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് എവിടെ വെച്ചിരുന്നിട്ട് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അവസാന സമയത്ത് എന്താണ്? ഓട്ടോ പ്രദക്ഷിണം നടത്തേണ്ട ആവശ്യമില്ലല്ലേ. ഇസ് ആൻ ഓൺലൈൻ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ കോംപ്രിഹെൻസീവ് പെർഫോമൻസ് അപ്രൈസൽ ഡോസിയർ ദാറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് മെമ്പർ ഓഫ് ദ സർവീസ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. എന്നാൽ ഭവിഷ്യം എന്താണ്? ഭവിഷ്യം നമുക്ക് നെക്സ്റ്റ് വരുന്നുണ്ട്. ഭവിഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു പെൻഷൻ ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലേ. ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കൃത്യമായിട്ട് അവർക്ക് സമയബന്ധിതമായിട്ട് പെൻഷനും അതുപോലെ ബെനിഫിറ്റ്സും വിരമിക ബെനിഫിറ്റ്സും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് വന്നൊരു ആപ്ലിക്കേഷനാണ് ഭവിഷ്യം. ഓക്കെ, ഭവിഷ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നെക്സ്റ്റ് ചോദ്യമുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചുള്ളത്. സോ ഭവിഷ്യം നമ്മളിപ്പോൾ പറഞ്ഞതുകൊണ്ട് ഭവിഷ്യം നമുക്ക് ആദ്യം എഴുതാം. നമ്മളിവിടെ ABCD എന്ന് എഴുതുന്നുണ്ട്. ABCD. ഭവിഷ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഒന്ന് വായിച്ചു നോക്കി. എന്താണ് ഭവിഷ്യയുടെ വരുന്നത്? സിംഗിൾ പ്ലാറ്റ്ഫോം അല്ല, ഇലക്ട്രോണിക് ട്രേഡിംഗ് അല്ല, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ല, ടൈംലി ഇഷ്യൂൻസ് ഓഫ് പെൻഷൻ. പെൻഷൻ വന്നു. പെൻഷൻ പേയ്മെന്റ് ഓർഡർ ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണല്ലേ. സമയബന്ധിതമായിട്ട് മുൻപൊക്കെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒക്കെ എന്താണ്? റിട്ടയർ ചെയ്തിട്ട് 1-2 വർഷം കഴിഞ്ഞാലും കിട്ടാത്ത അവസ്ഥയാണ്. അത്രയും പെൻഡിങ് വർക്ക്സ് ഉണ്ടാവും. സോ അത്രയും പെൻഡിങ് വർക്ക്സ് ഇല്ലാതെ ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. സോ എ എന്ന് പറയുന്നത് എന്താണ്? 4 നമുക്ക് മാച്ച് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഉമങ് ആണ്. ഉമങ് എന്ന് പറയുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഉമങ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഒരുപാട് സേവനങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ടല്ലേ. സോ ഇങ്ങനെ ഓരോരോ ആപ്ലിക്കേഷൻ നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതിന് പകരം ഈ ഒരു എല്ലാ ആപ്ലിക്കേഷനും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സിമ്പിളായിട്ട് നമുക്ക് ലഭിച്ചാൽ എങ്ങനെയുണ്ടാവും? അതാണ് ഉമങ് വരുന്നത് അല്ലേ. സോ ഇതൊക്കെ എന്താണ്? ഒരു കാര്യം സിംഗിൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ടേം കണ്ടാൽ നമുക്ക് ഉമങ് പറയാൻ വേണ്ടി സാധിക്കും. സോ 1 ഇവിടെ പറയാം. സിംഗിൾ പ്ലാറ്റ്ഫോം ഫോർ ഓൾ ഇന്ത്യൻ സിറ്റിസൺ ടു ആക്സസ് പാൻ ഇന്ത്യ ഇ-ഗവേൺ സർവീസ് റേഞ്ചിങ് ഫ്രം സെൻട്രൽ ടു ലോക്കൽ ഗവൺമെന്റ് ബോഡീസ്. ഇനി ഈ നാം എന്താണ്? ഈ നാമിന്റെ കാര്യങ്ങൾ നമുക്കറിയാം. അതായത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലേ. അതായത് ഇലക്ട്രോണിക് ട്രേഡിംഗ് പോർട്ടലാണ് വിച്ച് നെറ്റ്വർക്ക്സ് ഈസ് എക്സിസ്റ്റിംഗ്
അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് APS മന്തീസ് ഒക്കെ മന്തീസ് എന്താണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യണ്ടല്ലേ. സോ അതാണ് ആ ഒരു കാര്യം വരുന്നത്. സോ അവിടെ എന്താണ് 2 വരുന്നത്. ഇനി ഡി സ്വയംപ്രഭ എന്താണ് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലേ. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ചാനൽ ത്രൂ DTH ഡയറക്ട് ടു ഹോം ആക്സസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് കൺട്രി ടു 24/7. അതായത് ഈ ഒരു വിദ്യാഭ്യാസ ചാനലാണ് അതിലൂടെ വരുന്നത്. സോ എന്താണ് അവിടെ വരുന്നത് 3 ഓക്കെ. ഇത് 4 1 2 3 എന്താണ് 4 1 2 3 സി ആണ്, ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നത്. കറക്റ്റ് ആണല്ലേ. ഈ ഒരു കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈനാം ഇസ് എ പാൻ ഇന്ത്യ ഇലക്ട്രോണിക് ട്രേഡിംഗ് പോർട്ടൽ വിച്ച് നെറ്റ്വർക്ക്സ് എക്സിസ്റ്റിംഗ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് APMC മന്തീസ് ഫിസിക്കൽ അഗ്രികൾച്ചർ ഔട്ട് സെന്റേഴ്സിനാണ് നമ്മൾ മന്തീസ് എന്ന് വിളിക്കുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഉമംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫുൾ ഫോം പറഞ്ഞാൽ യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേൺസ് ആണ് ഉമംഗ് വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ കൂടിയാണ്. നെക്സ്റ്റ് എന്താണ് ഐഡന്റിഫൈ ദ കറക്റ്റ്. ആദ്യം നമ്മൾ എന്ത് വട്ടം ചെയ്യണം, ഇവിടെ കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് ചോദിച്ചാൽ വട്ടം ചെയ്യണം നമ്മൾ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. നമ്മുടെ കൈറ്റ് ഉണ്ടല്ലോ, കൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി ഓഫ് ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. കറക്റ്റ് ആണല്ലേ. നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ SPV സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനിയാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിൽ വന്ന ആദ്യത്തെ SVV കമ്പനിയാണ്. ആ ഒരു കമ്പനി പിന്നീട് 2017 എന്താണ് കൈറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം പിന്നീട് ഒരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കൈറ്റ് പിന്നീട് 2017 ഒരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന രീതിയിൽ വന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്താണ് കൈറ്റ് ഈസ് എ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെന്റിംഗ് വിക്ടീസ് ചാനൽ. ക്ലാസ്സിലും പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന വിക്ടീസ് ചാനൽ ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നോഡൽ ഏജൻസി? കൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് 2017 എന്താണ് ഇതൊരു കമ്പനിയായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. സോ ഉത്തരം എന്താണ്? ഓൾ ഓഫ് ദ എബോവ് ആണ് വരുന്നത്. ഇതായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ. ITI സ്കൂൾ പ്രൊജക്റ്റ് ആണ്. പിന്നീട് എന്താണ് 2001 2002 ഇത്തരത്തിൽ ICT-യുമായിട്ട് കണക്ട് ചെയ്തിട്ട് കൈറ്റ് എന്ന രീതിയിലേക്ക് മാറിയത്. IT അറ്റ് സ്കൂൾ പ്രൊജക്ട് ഫോംഡ് 2001-2002 ടു ഫ്യൂൽ ICT ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എനാബിൾഡ് എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾസ് ഇൻ ദ സ്റ്റേറ്റ്. കൈറ്റ് വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു കമ്പനി ഇൻ ഓഗസ്റ്റ് 2007. പിന്നീട് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി എന്ന രീതിയിൽ 2017 മാറിയത്. അത് ഇന്ത്യയല്ല, കേരളത്തിലെ തന്നെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട SPV ആയിരുന്നു. കൈറ്റ് ഈസ് എ ഫസ്റ്റ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി ഓഫ് ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള. ഇനി ഇതിന്റെ ഫണ്ടിങ്ങും ചോദിക്കാറുണ്ട്. ഈ ഒരു SPVയുടെ ഫണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ KIFB ആണ്, KIIFB ആണ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ്. അങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഓക്കെ, അതുകൂടെ ഒന്ന് വായിച്ചു നോക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ കൈറ്റ് വിക്ടേഴ്സ് വേഴ്സറ്റൈൽ ICT എനാബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് എന്ന രീതിയിൽ വിക്ടേഴ്സിന്റെ കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതുകൂടെ അവിടെ നിന്ന് വായിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ് മുൻപ് പരീക്ഷയ്ക്ക് വന്നതുപോലത്തെ ഒരു ചോദ്യമാണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല, നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിട്ടില്ല. അതെവിടെയാണ്? ഓപ്ഷനിലാണുള്ളത്. കറക്റ്റ് എന്ന് മാത്രമാണ്. സോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തൊക്കെയാണ്? എയിം ടു പ്രൊവൈഡ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ടു ദ ഹോൾ കേരള. കേരളം മുഴുവൻ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകാൻ വേണ്ടിയുള്ള സംവിധാനമാണ് K-ഫോൺ എന്ന് തന്നിട്ടുണ്ട്. സോ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഊഹിച്ചു പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ് എന്താണ്? മേക്കിംഗ് കേരള ദ സെക്കൻഡ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഹാവ് ഇറ്റ്സ് ഓൺ ഇന്റർനെറ്റ് സർവീസ്. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം സ്വന്തമായിട്ട് ഇന്റർനെറ്റ് സർവീസ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്താണ് അതിനുള്ള അവകാശം ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കൊണ്ടുവന്ന സംസ്ഥാനം എന്ന പ്രത്യേകത നമ്മൾ കേട്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ദ പ്രൊജക്ട് വാസ് ഇനോഗ്രേറ്റഡ് ബൈ ഓൺ 5th June 2022 ബൈ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അതും അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് എന്താണ്? ഇനീഷ്യലി ഗവൺമെന്റ് പ്രോമിസ് ടു പ്രൊവൈഡ് ഫ്രീ ഇന്റർനെറ്റ് ആക്സസ് ടു 2 million ഹൗസ് ഹോൾഡ്സ് ഇൻ 18 months. ഓക്കെ, അതും അവിടെ നിൽക്കട്ടെ. സോ ആദ്യത്തെ കാര്യം നമുക്ക് ലഭ്യമായ അല്ലേ, ആദ്യത്തെ കാര്യം നമുക്ക് ലഭ്യമായതുകൊണ്ട് സോ ഇവിടെ കറക്റ്റ് വന്നതുകൊണ്ട് എന്തായാലും എന്താണ് 1 എന്തായാലും കറക്റ്റാണ്. ബാക്കിയുള്ള നമ്മൾ അവിടെ വെട്ടിക്കും. അതായത് 2 and 4 എന്ന് പറയുന്നത് കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ അത് നമുക്ക് വെട്ടാൻ വേണ്ടി സാധിക്കും. ഇനി 1 2 1 4 1 3 അതായത് 2 ഉത്തരേ വരുന്നുള്ളൂ, 2 നമുക്ക് വെട്ടാനും സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇനോഗ്രേറ്റ് ചെയ്ത വർഷം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ 2022 അല്ല എന്ന രീതിയിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, 2022 അല്ല എന്ന രീതിയിൽ നമുക്ക് അവിടെ ഒരു ഐഡിയ വരുന്നുണ്ട്. 2023 വരുന്നത് അല്ലേ. ഓക്കെ, 2023 ഇതിൻ്റെ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സെയിം ഡേറ്റ് ഒക്കെ തന്നെയാണ്, ബട്ട് 2023. സോ അവിടെ എന്താണ്? ഓപ്ഷൻ 2 എന്ന് പറയുന്നത് തെറ്റാണ്. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ 2 എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു കാര്യം നമുക്ക് എന്താണ് കറക്റ്റ് അല്ല, ഇത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പിന്നീട് 1 4 1 3 മാത്രമാണ് വരുന്നത് അല്ലേ. 1 4 1 3 മാത്രമാണ്. ഓക്കെ, ആ രീതിയിലുള്ള കാര്യം മാത്രമാണ് വരുന്നത്. അതൊന്ന് ഓർത്തു വെച്ചാൽ മതി.
ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് 1 കറക്റ്റ് ആണെന്ന് പറഞ്ഞു, അതുപോലെ ഇത് നമ്മൾ വെട്ടി, അതുപോലെ ഇതിൽ 2023 പറഞ്ഞു. ഓപ്ഷൻ 3 ആയിരുന്നു, ഞാൻ 2 എന്ന രീതിയിലാണ് പറഞ്ഞത്. സോ ഓപ്ഷൻ 3 എന്താണ്, റോങ് ആണ്, അതും തെറ്റാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി 2ഉം 4ഉം മാത്രമാണ് അല്ലേ. അത് സെക്കൻഡ് ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഓൺ ഇന്റർനെറ്റ് സർവീസ്, അത് സെക്കൻഡ് അല്ല, പിന്നെ എന്താണ്, ഫസ്റ്റ് ആണല്ലേ. സോ 2ഉം തെറ്റാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. 1ഉം 4ഉം ആണ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ K-FONുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് K-FON is a public funded initiative by the Kerala government that aims to provide a high speed internet connectivity to whole Kerala. അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചു നോക്കണം. 2 മില്യണോളം BPL ഫാമിലീസിന് എന്താണ് 18 മാസം കൊണ്ട് സർവീസ് സേവനങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലക്ഷ്യം വെച്ചത്. 2021 ജൂൺ 5 വന്നത് എന്ന കാര്യം കൂടെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഞാൻ പോകുന്നുണ്ട്, ബട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഐഡന്റിഫൈ അഡ്വാൻറ്റേജ് ഓഫ് ഇ ഗവേൺസ്. ഇ ഗവേൺസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇ ഗവേൺസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ അറിയുന്നവർക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സിംപ്ലിസിറ്റി ആൻഡ് എഫിഷ്യൻസി ഇൻ ദ ഗവൺമെന്റ്. തീർച്ചയായിട്ടും എന്താണ്, ഗവൺമെന്റ് സേവനങ്ങൾ സിമ്പിളും എഫിഷ്യന്റും പവർഫുൾ ആയിട്ട് മാറി അല്ലേ. കറക്റ്റ് ആണ്. ഇവിടെ എന്താണ്, കറപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ സുതാര്യത വരുന്നതുകൊണ്ട്, ട്രാൻസ്പാരൻസി വരുന്നതുകൊണ്ട് കറപ്ഷൻ കുറയും അല്ലേ. അതുപോലെ എക്സ്പാൻഡ് റീച്ച് ഓഫ് ഗവേൺസ്, അതായത് വാതിൽപ്പടി സേവനങ്ങൾ കൂടെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്, വീടുകളിലേക്ക് സേവനങ്ങൾ എത്തുന്നുണ്ട്. സോ ഉത്തരം എന്താണ്, ഓൾ ഓഫ് ദ എബോവ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓൾ ഓഫ് ദ എബോവ് ആണ് ഇതിന്റെ ഉത്തരം എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ ആണല്ലോ ഒരു കാര്യം. നെക്സ്റ്റ് ചോദ്യം ഒന്ന് വായിച്ചു. ഇത് സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ അധികം പോവാത്തത്. ഈ ഒരു അഡ്വാൻറ്റേജസ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഓക്കെ, ഇനി ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതുമായിട്ട് ട്രാൻസ്പാരൻസി വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഓഫ് MIS അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ആണെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് പോയ 3 ടോപ്പിക് ആയിരുന്നു MIS, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സ്പോർട്ട് സിസ്റ്റം. ബട്ട് അത് നമ്മൾ എന്താണ് സിമ്പിളായിട്ട് തന്നെ പഠിച്ചു പോയിട്ടുണ്ട് ക്ലാസ്സിൽ. സോ MISന്റെ ഒബ്ജക്റ്റീവ് ഏതൊക്കെ എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡാറ്റ ക്യാപ്ചറിങ്, സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ, പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ, അതുപോലെ ഓൾ ഓഫ് ദ എബോവ് എന്ന രീതിയിൽ തന്നിട്ടുണ്ട് അല്ലേ. സോ നമ്മുടെ ക്ലാസ് കേട്ടവർക്ക് മനസ്സിലാവും ഉത്തരം എന്താണ്, ഓൾ ഓഫ് ദ എബോവ് ആണ്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ എന്താണ് MIS എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യങ്ങൾ. MIS എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഒരു ഓർഗനൈസേഷൻ എന്താണ്, ഒരു ഓർഗനൈസേഷന് സബ് സിസ്റ്റങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ആസൂത്രണ നിയന്ത്രണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമുള്ള ഡാറ്റാസ് പ്രോസസ് ചെയ്തിട്ട് ഇൻഫർമേഷനായിട്ട് നൽകുന്നത് എന്താണ്, MIS എന്ന് പറയുന്ന സംവിധാനമാണ്. അതിനുവേണ്ട ഒരു കൂട്ടം ഡാറ്റ പ്രോസസ്സിംഗ് ഉപകരണങ്ങൾ, സോഫ്റ്റ്വെയറുകൾ, അതുപോലെ വ്യക്തികൾ, ഇതൊക്കെ ചേർന്ന് തന്നെയാണ് നമ്മൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന രീതിയിൽ പറയുന്നത് അല്ലേ. MIS എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. MISന് പ്രധാനമായിട്ട് 5 മേജർ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്തൊക്കെയാണ്, ഒന്ന് ഡാറ്റ ക്യാപ്ചർ. ഇനീഷ്യൽ എന്താണ്, ഡാറ്റ ക്യാപ്ചർ ചെയ്യാണ് അല്ലേ. ഇനീഷ്യൽ ആവശ്യമുള്ള ഡാറ്റാസ് ഒക്കെ അത് ക്യാപ്ചർ ചെയ്ത് വയ്ക്കും. നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഡാറ്റയല്ല ആവശ്യം, ഡാറ്റ പ്രോസസ് ചെയ്തിട്ട് എന്താക്കി മാറ്റണം, ഈ പ്രോസസ് ചെയ്ത ഡാറ്റ പ്രോസസ് ചെയ്ത് നമുക്ക് എന്താണ് ആവശ്യമുള്ള ഇൻഫർമേഷൻ ആയിട്ട് മാറും. ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ക്ലാസ്സിൽ പറഞ്ഞവർക്ക് ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായവർക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഡാറ്റയെ നമ്മൾ എന്താണ് ഇൻഫർമേഷൻ ആക്കിയിട്ട് മാറ്റുകയാണ് അല്ലേ. ഇനി എന്താണ്, ഇൻഫർമേഷൻ ആക്കി മാറ്റിയ ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യണം. ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്ത ഡാറ്റാസ് പിന്നീട് ആവശ്യത്തിന് നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കണം. റിട്രൈവലാണ് പിന്നീട് ആർക്കാണ് ആവശ്യം അതിലേക്ക് നമ്മൾ ഡിസമിനേഷൻ, അവരിലേക്ക് നമ്മൾ യൂസർ ഇന്റർഫേസ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. സോ ഈ ഒരു 5 ഒബ്ജക്റ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു 5 കാര്യം പഠിച്ചു വെച്ചാൽ ആ ഒരു 5 ചിലപ്പോൾ 2 3 അല്ലെങ്കിൽ 4 കാര്യങ്ങൾ തന്നിട്ട് 1 2 1 2 3 എന്ന രീതിയിൽ വരാനായിരിക്കും സാധ്യത. ഓക്കെ, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ആ ഒരു കാര്യം അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്, എ ടിപ്പിക്കൽ DSS കൺസിസ്റ്റ് ഓഫ്, ഒരു ടിപ്പിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന് എന്തൊക്കെ ഭാഗങ്ങൾ ഉണ്ടെന്ന രീതിയിലാണ് ചോദ്യം വരുന്നത്. നമ്മുടെ എക്സ്പേർട്ട് സിസ്റ്റം ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാൻ വേണ്ടി സാധിക്കും. നോളേജ് ഡാറ്റാബേസ്, സോഫ്റ്റ്വെയർ, യൂസർ ഇന്റർഫേസ്, ഈ ഒരു 3 കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. എന്തായിരുന്നു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നമ്മൾ പറഞ്ഞത്, തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം സിസ്റ്റങ്ങളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിച്ചത്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഒരു സുപ്രധാനമായുള്ള ഒരു തീരുമാനം എടുക്കാൻ നമ്മുടെ ഗൂഗിൾ മാപ്പിന്റെ ഒക്കെ കാര്യമൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ. അതായത് അവിടുന്ന് എന്താണ് എങ്ങോട്ടേക്ക് പോകണം എന്നതിൽ ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരല്ലേ. എങ്ങോട്ട് പോകണമെന്ന് ആര് തീരുമാനിക്കും, നമ്മൾ തീരുമാനിക്കും. അവിടെ എൻ്റെ തീരുമാനം നമ്മുടേതായിരിക്കും അല്ലേ. ആ രീതിയിൽ DSSന്റെ സവിശേഷതകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് DSSന് എന്തൊക്കെയാണ് വരുന്നത്, നോളേജ് ഡാറ്റാബേസ്, സോഫ്റ്റ്വെയർ, അതുപോലെ യൂസർ ഇന്റർഫേസ്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോളേജ് ഡാറ്റാബേസിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയ കാര്യമാണ്. നോളേജ് ഡാറ്റാബേസ് പ്രത്യേകിച്ച് ഒന്നുമില്ല. അവിടെ നിന്നാണ് ഒരു കൃത്യമായ അതിൻ്റെ ഒരു ലൈബ്രറി ഓഫ് ഇൻഫർമേഷൻ എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒരു മോഡൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നതിൽ സോഫ്റ്റ്വെയർ സിസ്റ്റം അവിടെ വരുന്നുണ്ട്. പിന്നീട് എന്താണ് യൂസേഴ്സിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ
നാവിഗേഷന് വേണ്ടിയിട്ട് യൂസർ ഇന്റർഫേസ് നമുക്ക് ലഭ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ക്ലാസ്സിൽ ഞാനിത് സമയമെടുത്ത് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അവിടെ വീണ്ടും പോയി നോക്കണ്ടല്ലോ എന്ന രീതിയിൽ ഈ ഒരു സ്ലൈഡ് ഇവിടെ കൊണ്ടുപോയിട്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. DSSന്റെ കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ 2 ടൈപ്സ് ഓഫ് ഇന്റർഫറൻസ് എഞ്ചിൻ. ഇന്റർഫറൻസ് എഞ്ചിൻ നമ്മൾ എവിടെയാണ് പഠിച്ചത്? എക്സ്പേർട്ട് സിസ്റ്റത്തിലാണ്. എക്സ്പേർട്ട് സിസ്റ്റം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ഇവിടെ എക്സ്പേർട്ട് സിസ്റ്റത്തിലായിരുന്നു നമ്മൾ ഇന്റർഫറൻസ് എഞ്ചിൻ പഠിച്ചത്. സോ ഇവിടെ എന്തൊക്കെയാണ്? ഡിറ്റർമിനിസ്റ്റിക് ഇന്റർഫറൻസ് എഞ്ചിൻ പഠിച്ചിട്ടുണ്ട്, പ്രൊബബിലിസ്റ്റിക് ഇന്റർഫറൻസ് എഞ്ചിൻ പഠിച്ചിട്ടുണ്ട്. എക്സ്പേർട്ട് ഇന്റർഫറൻസ് എഞ്ചിൻ ആരും പഠിച്ചില്ല, ഞാനും പഠിച്ചില്ല, നിങ്ങളും പഠിച്ചില്ല, ആരും പഠിച്ചില്ല. ഞാൻ ഉണ്ടാക്കിയ ഓപ്ഷനാണ്. പ്രെഡിക്റ്റീവ് ഇന്റർഫറൻസ് എഞ്ചിനും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. സോ എൻ്റെ ഓപ്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. ഡിറ്റർമിനിസ്റ്റിക് ഇന്റർഫറൻസ് എഞ്ചിനും പ്രൊബബിലിസ്റ്റിക് ഇന്റർഫറൻസ് എഞ്ചിനും ആണല്ലേ. സോ ഉത്തരം എന്താണ്? ബോത്ത് 1 and 2. സോ ഇത് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എക്സ്പേർട്ട് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പേർട്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പം ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൺലൈൻ ചെസ്സ് കളിക്കാറില്ലേ, ആ സമയത്ത് ആരാണോ ഓപ്പോസിറ്റിലിരിക്കുന്നത്? ഒരു മനുഷ്യനാണോ? അല്ല, കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഈ ഒരു വിവരം വന്ന് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കരുക്കളും നീക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ നമ്മൾ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പറഞ്ഞ വിശ്വനാഥൻ ആനന്ദാണല്ലേ. സോ വിശ്വനാഥൻ ആനന്ദിന്റെ സഹായത്തോടു കൂടി ഒരു എക്സ്പേർട്ട് സിസ്റ്റം തയ്യാറാക്കി കഴിഞ്ഞാൽ ചെസ്സിന്റെ എല്ലാ മൂവ്മെന്റും ആ ഒരു കമ്പ്യൂട്ടറിനും സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ അത്തരത്തിലൊരു എക്സ്പേർട്ട് സിസ്റ്റം വരുമ്പോൾ എന്താണ്? നമ്മൾ ആ ഒരു കമ്പ്യൂട്ടറുമായിട്ട് കളിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ നമ്മുടെ മൂവ്മെന്റ് ഈക്വാലിറ്റി ആയിട്ടുള്ള മൂവ്മെന്റ് അത് ചെയ്തു വെക്കും. ബട്ട് അവിടെയുള്ള ഇനീഷ്യലി കൊടുക്കുന്ന എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഒരു മനുഷ്യന്റെ സഹായത്തോടെയാണ് ഇനീഷ്യലി ചെയ്യുന്നത്. ഒരു മനുഷ്യൻ എന്താണ് ഇപ്പം ഈ വിശ്വനാഥൻ ആനന്ദിന് പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ജ്ഞാനം ഉണ്ടാവണമെന്നില്ല. സോ അദ്ദേഹം ഒരു നോളേജ് എഞ്ചിനീയറുടെ സഹായത്തോടെ ഡാറ്റാബേസിലേക്ക് ഇദ്ദേഹത്തിന്റെ ഐഡിയാസ് സ്റ്റോർ ചെയ്യും. പിന്നെന്താണ്? അവിടെ ഒരു ഇന്റർഫറൻസ് എഞ്ചിൻ ഉണ്ടാവും. ആ ഒരു ഇന്റർഫറൻസ് എഞ്ചിനിൽ ഡാറ്റ സ്റ്റോർ ചെയ്യും. പിന്നീട് നമ്മളൊരു ഇത്തരത്തിൽ എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ സഹായം നമ്മൾ തേടുന്ന സമയത്ത് ഇൻപുട്ടിൽ നമ്മൾ കാര്യങ്ങൾ കൊടുക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഇന്റർഫറൻസ് എഞ്ചിൻ നമുക്ക് ഉത്തരമായിട്ട് കാര്യങ്ങൾ വരും. സോ ഈ ഇന്റർഫറൻസ് എഞ്ചിൻ 2 രീതിയിലുണ്ട്. ഇന്റർഫറൻസ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇന്റർഫറൻസ് എഞ്ചിൻ അവിടെ ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ വരുന്നത്. ഒന്ന് ഡിറ്റർമിനിസ്റ്റിക് ഇന്റർഫറൻസ് എഞ്ചിനാണ്. അതെന്തുമാത്രം ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുക? ഫാക്റ്റും റൂൾസും അവിടെ കൃത്യമായിട്ട് കൊടുത്ത ഫാക്റ്റും റൂൾസും ബേസ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു ഡിറ്റർമിനിസ്റ്റിക് ഇന്റർഫറൻസ് എഞ്ചിന് പ്രവർത്തിക്കത്തുള്ളൂ. കാര്യങ്ങൾ ട്രൂ എന്ന രീതിയിലാണ് ഇത് പുറത്തുവിടുക. എന്നാൽ പ്രൊബബിലിസ്റ്റിക് ഇന്റർഫറൻസ് എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പ്രൊബബിലിറ്റി ബേസ് ചെയ്തിട്ടും ചില സമയങ്ങൾ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് പ്രൊബബിലിറ്റി ബേസ് ചെയ്തിട്ടും മനുഷ്യരെ പോലെ ആ ഒരു സമയങ്ങൾ തീരുമാനം എടുക്കാൻ കമ്പ്യൂട്ടറിന് പറ്റത്തില്ല അല്ലേ. സോ ആ ഒരു പ്രശ്നം കൂടെ അവിടെ വരുന്നുണ്ട്. സോ ഇന്റർഫറൻസ് എഞ്ചിന് 2 രീതിയിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡിറ്റർമിനിസ്റ്റിക് ഇന്റർഫറൻസ് എഞ്ചിനും പ്രൊബബിലിസ്റ്റിക് ഇന്റർഫറൻസ് എഞ്ചിനും. ഓക്കെ, ഇതായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്താണ്? ഇപ്പം ഡോക്ടേഴ്സ് എന്ന രീതിയിൽ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡിസീസിനെ കുറിച്ചുള്ള കാര്യമാണെങ്കിൽ അവിടെ എന്താണ്? ഒരു ഡോക്ടർ ആ ഡിസീസിനെ കുറിച്ച് അറിയുന്ന ഡോക്ടർ നോളേജ് എഞ്ചിനീയർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഈ ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന കാര്യങ്ങളാണ്, ഇന്ന സിംറ്റം ഉണ്ടെങ്കിൽ ഇതിങ്ങനെയാണെന്ന രീതിയിലല്ലേ അദ്ദേഹം നോളേജ് ബേസിലേക്ക് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്താണ്? നോൺ എക്സ്പേർട്ട് ആയുള്ള ഒരു യൂസർ ഇൻപുട്ട് കൊടുക്കും. ഇന്ന ഡിസീസിനെ കുറിച്ച് എനിക്ക് കാര്യങ്ങൾ അറിയണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പല സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് ഇനീഷ്യലി യൂസർ ഇന്റർഫേസിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് എന്താണോ ഡാറ്റ വേണ്ടത് അത് ഇന്റർഫേസ് എഞ്ചിനിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചൊരു ഔട്ട്പുട്ടായിട്ട് കൊടുക്കും. ഓൾറെഡി ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. നെക്സ്റ്റ് എന്താണ്? ഐഡന്റിഫൈ ദ എക്സാമ്പിൾസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം. താഴെ തന്നതിൽ എക്സ്പേർട്ട് സിസ്റ്റം, ഈ പറഞ്ഞ എക്സ്പേർട്ട് സിസ്റ്റം പല രീതിയിൽ പറഞ്ഞു. ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പല രീതിയിൽ എക്സ്പേർട്ട് സിസ്റ്റം വരുന്നത്. സോ ഇവിടെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം തന്നെയാണ്. 4 ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട് അല്ലേ. 3 ഓപ്ഷനും എന്താണ്? 3 ഓപ്ഷനും എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ്. 3 എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡെൻഡ്രൽ ആണ്. ഡെൻഡ്രൽ ഓൾറെഡി പറഞ്ഞിട്ട് കെമിക്കൽ അനാലിസിസ് ആ ഒരു കോമ്പൗണ്ട് ഓർഗാനിക് മോളിക്യൂൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോജക്റ്റ് that was made as a chemical analysis expert system. It was used in organic chemistry to detect unknown organic molecule with the help of the mass spectra and the knowledge base of the chemistry. Already പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് വരിക. ഡെൻഡ്രൽ എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആണ്. അതിൻ്റെ ഒരു എക്സ്പേർട്ട് സിസ്റ്റമാണ്. നെക്സ്റ്റ് എന്താണ്? മൈസിൻ എന്ന് പറയുമ്പോൾ മൈക്രോ ബാക്ടീരിയ എന്നൊക്കെ പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലേ. എന്താണ്? ഇറ്റ് വാസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ബാക്ക്വേർഡ് ചെയിനിങ് എക്സ്പേർട്ട് സിസ്റ്റം ദാറ്റ് വാസ് ഡിസൈൻ ടു ഫൈൻഡ് ദ ബാക്ടീരിയ കോസിംഗ് ഇൻഫെക്ഷൻ ലൈക്ക് ബാക്ടീരിയമ, മെനിഞ്ചൈറ്റിസ് അതുപോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ്പേർട്സിന്റെ സഹായത്തോടെ മൈസിൻ എന്ന് പറയുന്ന എക്സ്പേർട്ട് സിസ്റ്റം ഉപയോഗിക്കുക. നെക്സ്റ്റ് എന്താണ്? കാഡറ്റ്. നമ്മൾ പഠിച്ചത് ഈ ഒരു ചോദ്യത്തിനുണ്ടായിരുന്ന കാഡറ്റ് ആണ്. കാഡറ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഏർലി സ്റ്റേജസിനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ എക്സ്പേർട്ട് സിസ്റ്റം എന്ന രീതിയിലാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. PXDES നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലങ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ്? കപ്ടെക്സ്, സിറ്റെക്സ്,
ലിമിക്സ് ആർ ദ എക്സാമ്പിൾസ്. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾ എന്ന രീതിയിലാണ് ചോദ്യം വന്നത്. എക്സ്പേർട്ട് സിസ്റ്റം ഇൻ അഗ്രികൾച്ചർ, സപ്പോർട്ട് സിസ്റ്റം ഇൻ അഗ്രികൾച്ചർ, എക്സ്പേർട്ട് സിസ്റ്റം ഇൻ ഇൻഡസ്ട്രി, സപ്പോർട്ട് സിസ്റ്റം ഇൻ ഇൻഡസ്ട്രി. സോ ഇവിടെ നമ്മൾ പഠിക്കുന്നതാണ് കപ്ടെക്സ് സിറ്റെക്സ് ഒക്കെ എന്തിലാണ് പഠിച്ചത്? എല്ലാം നമ്മൾ എക്സ്പേർട്ട് സിസ്റ്റത്തിലാണ് അല്ലേ. സോ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ കാര്യമല്ല, എക്സ്പേർട്ട് സിസ്റ്റത്തിലാണ് എല്ലാം പഠിച്ചത്. ഇൻഡസ്ട്രി ആണോ വരുന്നത്? അല്ല, ഇവിടെ നമ്മൾ എന്താണ് സിറ്റെക്സ് ലൈമെക്സ് എന്ന് പറയുമ്പോൾ ലെമണൊക്കെയാണ് വരുന്നത്. ഓക്കെ, കുക്കുംബർ ലെമണൊക്കെയാണ് വരുന്നത്. സോ എന്താണ്? അഗ്രികൾച്ചർ ആണ്. എക്സ്പേർട്ട് സിസ്റ്റം ഇൻ അഗ്രികൾച്ചർ ആണ് വരുന്നത്. കപ്ടെക്സ് എന്താണ് വരുന്നത്? എക്സ്പേർട്ട് സിസ്റ്റം. കുക്കുംബർ ക്രോപ്പ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്ട് സിസ്റ്റം ആണ്. സിറ്റെക്സ് എന്താണ്? ഓറഞ്ച് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്ട് സിസ്റ്റം ആണ്. നെപ്പർ വീറ്റ് എന്താണ്? വീറ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടൊമാറ്റെക്സ് എന്താണ്? ടൊമാറ്റോയുമായിട്ടും. ലൈമെക്സ് എന്ന് പറയുന്നത് ലൈം പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്ട് സിസ്റ്റം ആണ്. സോ ഇന്ന കാര്യങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എക്സ്പേർട്ട് ആയിരിക്കും, ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആയിരിക്കും ആ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് എന്താണ്? അവസാനത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൊബൈൽ പേയ്മെന്റ് ആപ്ലിക്കേഷൻ ഇസ് ഡെവലപ്ഡ് ബൈ ദ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബേസ്ഡ് ഓൺ UPI? നമ്മുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിന്റെ സഹായത്തോടെ NPCI ഡെവലപ്പ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ഏതെന്നാണ് ചോദിച്ചത്. മൈ ഗവ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സോ അത് ഇതുമായിട്ട് ബന്ധം വരുന്നില്ല അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഉമംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, എല്ലാം കൂടെ ലഭിക്കുന്ന, ഒന്നിച്ച് ലഭിക്കുന്ന കാര്യമാണ്, ഒരു പോർട്ടലാണെന്ന് പറഞ്ഞു. ഫോൺ പേ നമുക്കറിയാം, ഫോൺ പേ ഒരു പ്രൈവറ്റ് ആപ്ലിക്കേഷൻ ആണെന്ന രീതിയിൽ അറിയാം. പിന്നെ എന്താണ്? ഭീം മാത്രമാണ് അല്ലേ. സോ ഇവിടെ ഉത്തരം എന്താണ്? ഭീമാണ് വരുന്നത്. ഭീം അഥവാ ഭാരത് ഇന്റർഫേസ് ഫോർ മണി എന്ന് പറയുന്നത് എന്താണ്? ഒരു മൊബൈൽ പേയ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ആണ്. 2016 ഡിസംബർ 30 ഇത് ലോഞ്ച് ചെയ്തത്. ഇനി മൈ ഗവ് ഓൾറെഡി ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ടു ബിൽഡ് എ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ സിറ്റിസൺ ആൻഡ് ഗവൺമെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നോളജി ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ. ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഉമംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേൺസ്. മൊബൈലിൽ നമുക്ക് എന്താണ് പല സേവനങ്ങളും അവിടെ ഒരു കുടക്കീഴിൽ നമുക്ക് ലഭിക്കുന്ന രീതിയിൽ പറഞ്ഞു. ഫോൺ പേ എന്താണ്? ഫോൺ പേ 2015 ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിലാണ് ഫോൺ പേ ആരംഭിച്ചത്. നമുക്കറിയാം ഒരു UPI ആപ്ലിക്കേഷൻ ആണ്. ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഒക്കെ അത്തരത്തിൽ വരുന്നതാണ്. സോ ഇവിടെ ഉത്തരം ഭീമാണ് വരുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട, എല്ലാ കാര്യങ്ങളെന്ന് പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ഏതാണ്ട് നമ്മൾ 10ലധികം ക്ലാസ്സുകളിലായിട്ട്, ആ ഒരു റേഞ്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത 10-12 മണിക്കൂറിലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ 1 മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടുണ്ട്. ഇനി എക്സാം അടുപ്പിച്ച് ഇതുപോലുള്ള ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുപോലെ ഈ ഒരു സീരീസിലേക്ക് ഇനിയും ക്ലാസ് ആഡ് ചെയ്യാനുണ്ട്. അതൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്